بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاتقوا الله ما استطعتم واسمعوا وأطيعوا وأنفقوا خيرا لأنفسكم ومن يوق شح نفسه فأولئك هم المفلحون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمست له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه ആദരണീയരായ ഉസ്താദ് അവർകളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ പേരിൽ രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്കിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഉറൂസിനോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മതവിജ്ഞാന സദസ്സുകൾ. എല്ലാ സ്ഥലങ്ങളിലും ഉറൂസിൽ അങ്ങനെ കാണാൻ കഴിയും. 10 ദിവസം, 14 ദിവസം, 20 ദിവസം, 25 ദിവസം വരെ അങ്ങനെ നീണ്ടുപോകും. ഒരു മാസം ഉണ്ടാകലുണ്ട്.
അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഏത് സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരും ഇവിടെ ജീവിച്ചത് ജനങ്ങൾക്ക് അറിവും സംസ്കാരവും നൽകി അവരെ സമുദ്ധരിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാ സ്ഥലങ്ങളിലും അന്തിയുറങ്ങുന്ന മഹാന്മാരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു. ആളുകൾക്ക് അറിവും ഉപദേശവും നിർദ്ദേശവും ഒക്കെ നൽകി അവരുടെ ഭൗതികവും പാരിത്രികവുമായ മോചനത്തിന് വേണ്ടി നിത്യേന പ്രവർത്തിക്കുന്നവരായിരുന്നു അവർ. ഔലിയാക്കൾ എല്ലാ സ്ഥലങ്ങളിലും രോഗം മാറ്റാൻ വേണ്ടി മാത്രമുള്ളവരല്ല, അങ്ങനെ ധരിക്കരുത്. നമ്മളെ മുറാദ് ഹാസിലാക്കാൻ വേണ്ടി മാത്രം ഉള്ളവരല്ല ഔലിയാക്കൾ. ആത്യന്തികമായ അവരുടെ ലക്ഷ്യം നമ്മുടെ ഇരുലോക വിജയമാണ്. ദുനിയാവിലും നമ്മൾ വിജയിക്കാൻ, പരലോകത്തും നമ്മൾ വിജയിക്കാൻ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളെ വഴി നടത്തിയവരാണ് മഹാരഥന്മാരായ ഔലിയ. അവർക്ക് ആ മാർഗം അങ്ങനെ കിട്ടിയത് എല്ലാ മഹാന്മാരും അനുകരിക്കുന്നത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത സരണിയാണ്. എല്ലാ മഹാന്മാരുടെയും ജീവിതത്തിന്റെ ശൈലി അങ്ങനെയാണ്. وطريق كل مشايخ قد قيدت بكتاب ربي والحديث تأصلا إذ لا دليل على الطريق إلى الإله إلا متابعة الرسول المكملا. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ മഹാരഥന്മാരുടെയും ജീവിത പാത അത് അല്ലാഹുവിന്റെ ഖുർആനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും അടിസ്ഥാനപ്പെടുത്തി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. എല്ലാ മഹാന്മാരുടെയും ലോകത്ത് നമ്മൾ ഏതെല്ലാം ഔലിയായിനെ സൂഫിയാക്കളെ എണ്ണുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതം ഖുർആനും ഹദീസും അടിസ്ഥാനപ്പെടുത്തി ബന്ധിപ്പിക്കപ്പെട്ടതാണ്. കാരണം ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്കുള്ള വഴി, സുഗമമായ വഴി, പരിപൂർണമായ വഴി റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും പരിപൂർണത നൽകിയ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുധാവനം ചെയ്യലാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ കാര്യങ്ങളിലും തീർത്തും അതുണ്ടാകണം. നമ്മളിവിടെ ഈ വഅദ് തുടങ്ങിയപ്പോ ഫാത്തിഹ ഓതി തുടങ്ങിയത് അങ്ങനെ ഒരു പതിവ് നാട്ടിലുള്ളത് കൊണ്ടല്ല, അതൊരു സുന്നത്താണ്. എല്ലാ വിഷയങ്ങളുടെയും തുടക്കമാണ് ഫാത്തിഹ ഓതി തുടങ്ങുന്നത്. ഒരു ദുആ നടത്തുന്ന ഒരാൾ ഫാത്തിഹ ഓതി ദുആർക്കുമ്പോൾ ദുആഇന് ഉത്തരം കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫാത്തിഹ ഓതി ഉസ്താദുമാരൊക്കെ ദുആർക്കുന്നത്. എവിടെ ദുആർക്കാണെങ്കിലും ഒരു കുറ്റിയടിച്ചാൽ പോലും ഒരു ഫാത്തിഹ ഓതി ദുആർക്കും. അപ്പൊ അത് വേറൊന്നും ചൊല്ലല്ലാത്തോണ്ട് ഒരു ഫാത്തിഹ ഓതിയാണെന്ന് കരുതരുത്, അതൊരു സുന്നത്താണ്. ഒരു പരിപാടി നിശ്ചയിക്കുമ്പോഴും ഒരു ഫാത്തിഹ ഓതി നിശ്ചയിക്കും. ഒരു കല്യാണം നിശ്ചയിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു സുപ്രധാനമായ മീറ്റിംഗ് നടക്കുകയാണെങ്കിലും ഫാത്തിഹ ഓതി കാര്യം തുടങ്ങും. ഫാത്തിഹ ഓതുന്നത് എല്ലാ വിഷയങ്ങൾക്കും ഒരു ബറക്കത്താണ്. ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആഇന് ഉത്തരം ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു വാക്ക് അവലംബിച്ച്, പരിശുദ്ധമായ വചനം അവലംബിച്ച് എല്ലാ വിഷയങ്ങളിലും അങ്ങനെ ഫാത്തിഹ ഓതി ദുആർക്കുന്നു. ഖുർആനിൽ വേറെയും സൂറത്തുകൾ ധാരാളം ഉണ്ട്. പക്ഷെ ദുആർക്കുന്ന ഘട്ടങ്ങളിലൊക്കെ സാധാരണ ഫാത്തിഹ ഓതിയാ ദുആർക്ക്. ചിലപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദും മുഅവ്വിദത്തൈനി ഉണ്ടാകും, ചിലപ്പോൾ യാസീൻ ഉണ്ടാകും. അതൊക്കെ ഓരോന്നോരോ ഘട്ടങ്ങളിൽ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുധാവനം അത് നമ്മുടെ ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യമാകാം. എല്ലാ വിഷയങ്ങളിലും ഏത് ലോകത്ത് ഏത് നാട്ടിൽ ജീവിക്കുന്ന ആളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയാകണം ജീവിക്കേണ്ടത്. അതാണ് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന്റെ പരിശുദ്ധി. അതിന് എന്ത് പുരോഗതി ലോകത്ത് എത്ര വർദ്ധിച്ചു വന്നാലും നമ്മൾ സ്വീകരിക്കുന്ന ഈ അനുധാവനമാണ് ഏറ്റവും വലിയ നല്ല മാർഗം, ഏറ്റവും നല്ല മോഡൽ എന്ന് പറയാം. അതാ നല്ലത്. അത് ഓരോ വർഷം കഴിയുമ്പോൾ മാറുന്നതല്ല. ഒരു മനുഷ്യൻ കണ്ടാൽ സന്തോഷമുള്ള ഒരു മുഖം നിങ്ങൾ നോക്കൂ. ഒരു ഉദാഹരണം പറയട്ടെ. ആരെ പറയണ്ടി? രണ്ടാളും പറയാം. ആദ്യം ചെറുപ്പക്കാരനെ പറയാം. എണീറ്റ് പോലെ കേട്ടോ, കേട്ടു പോയാൽ മതി. ഒരു ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് നോക്കിയ ഒരാള്, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സന്തോഷമുള്ള ഒരവസ്ഥ കാണുന്നത് എങ്ങനെയാ? പാകത്തിന് വാർന്ന് മട്ടത്തിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ചെവിക്കുറ്റിയുടെ ഇപ്പുറത്തേക്കും പെരടിയുടെ അപ്പുറത്തേക്കും പോകാത്ത രീതിയിൽ മുറിച്ച ഒരു മുടി കാണാൻ നല്ല ഭംഗിയിൽ അത് വാർന്നു വെച്ചിട്ടുണ്ട്. എണ്ണൊക്കെ തേച്ച് ഉഷാറിലായിട്ട് വാർന്നു വെച്ചിട്ടുണ്ട്. കാണാൻ എന്ത് രസമുണ്ട് ആ ഒരു തലയിലേക്ക് നോക്കുമ്പോൾ. വേറെ ഒരു തല പറയാം. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കാറുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് തേങ്ങ. അത് ഒന്നോ രണ്ടോ കറികൾക്ക് വേണ്ടി ചുരണ്ടിയാൽ ഉണ്ടാകുന്ന ഒരു രൂപം പോലെയുള്ള ഒരു തല ആലോചിച്ചു നോക്കൂ. അത് കാണാനൊരു സുഖമില്ല. മുഴുവനും വെട്ടാൻ കഴിവില്ലാത്ത ആള് എന്നാണ് അവനെ പറ്റി പറയുക. ഒരു സാധുവാണോ, മിസ്കീനാണ്. മുഴുവനും മുടിയെടുക്കാൻ അവൻ്റെ അടുത്ത് കാശില്ലാത്തത് കൊണ്ട് കുറച്ച് ഭാഗം എടുത്ത ഒരു പാവപ്പെട്ട ആളാണ്. അവനെന്തെങ്കിലും ഒരു പിരിവ് കൊടുക്കാം. ഫുള്ള് മുടിയെടുക്കാൻ കാശില്ല, അതുകൊണ്ട് ഓന് കുറച്ച് മുടിയെടുത്തതാണ്. അവിടുന്ന് ഇവിടുന്ന് ചിരണ്ടിയിട്ട്. അത് സത്യത്തിൽ ഇത്തിബായിനെതിരാണ്. നമ്മൾ കാലങ്ങൾ ഇങ്ങനെ മാറിപ്പോകുമ്പോൾ മുസ്ലിം സമൂഹത്തിന് അപജയം വരാനുള്ള കാരണം അനുധാവനം മാറിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, ലതത്തബിഉന്ന സനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ പൂർവികരുടെ മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, പൂർവികരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ യഹൂദ വൻ നസ്വാറ, ജൂതന്മാരെയും ക്രൈസ്തവരെയുമാണോ? തങ്ങൾ ചോദിച്ചു, ഫമൻ, പിന്നെ ആരെയാണ്? അവരെ ഉദ്ദേശിക്കുന്നത്, അവർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവരെ വഴി നിങ്ങൾ പിൻപറ്റും. അതേറ്റവും വലിയ പരാജയമാണ്. മുസ്ലിം ലോകത്തിന് സംഭവിച്ച പരാജയങ്ങളിൽ ഏറ്റവും വലിയ പരാജയം ഓരോ ലെവലിൽ ജീവിക്കുന്ന ആളുകളും ഇത്തിബായിൽ നിന്ന് മാറി ജീവിച്ചതാണ്. പ്രായമുള്ള ആളുകൾക്ക് അവർക്കൊരു അനുധാവനുണ്ട്, ചെറുപ്പക്കാർക്ക് അവർക്കൊരു അനുധാവനമുണ്ട്, കുട്ടികൾക്ക് അവർക്കും അനുധാവനമുണ്ട്. എല്ലാവർക്കും പിൻപറ്റാനുള്ള വഴിയുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ. എല്ലാവർക്കും പിൻപറ്റാനുള്ള വഴിയുണ്ട്. എല്ലാവർക്കും മാർഗങ്ങളുണ്ട്. ആർക്കാ മാർഗമില്ലാത്തത്? ഏത് ലെവലിൽ ജീവിക്കുന്ന ആളുകൾക്കാ തങ്ങളിൽ ഇത്തിബാ ഇല്ലാത്തത്? എല്ലാ ലെവലിൽ ജീവിക്കുന്ന ആളുകൾക്കും തങ്ങളിൽ മാതൃകയുണ്ട്, അനുധാവനമുണ്ട്. അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് വിജയമുണ്ട്. രണ്ട് ലോകത്തും വിജയമുണ്ട്. പക്ഷേ ജൂതന്മാരുടെയും നസ്വാറയുടെയും മാർഗങ്ങൾ മോഡലായി വന്നപ്പോ ആളുകൾ അത് സ്വീകരിക്കാൻ തുടങ്ങി. എന്നിട്ട് എത്രത്തോളം തങ്ങൾ പറഞ്ഞു, ലൗ ദഖലു ഫീ ജുഹരി ലബ്ബിൻ ലദഖൽതുമൂഹു ഫീ, ഒരു പാമ്പിന്റെ അല്ലെങ്കിൽ ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ നിങ്ങളും അതുപോലെ പ്രവേശിക്കും. ഇനി പാശ്ചാത്യ ലോകത്തിൽ നിന്ന് ഒരു വസ്ത്രം വന്നു. എന്താണ് ആ വസ്ത്രത്തിന്റെ മോഡല്? അത് ഒരു സഹോദരിക്ക് ധരിക്കാനുള്ള വസ്ത്രമാണ്. മുൻകൈ വരെ, ഈ നമ്മുടെ ശരീരത്തിന്റെ വിരല് വരെ മറക്കുന്ന രീതിയിലെ വസ്ത്രമാണ്. പക്ഷേ കൈയിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തിന് ഇങ്ങോട്ട് ടോർച്ചടിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ കാണാൻ പറ്റുന്ന വസ്ത്രമാണെങ്കിൽ അത് സ്വീകരിക്കും.
സ്തനഭാഗങ്ങളൊക്കെ കൃത്യമായി പുറത്തു നോക്കി ആസ്വദിക്കാൻ പറ്റിയ വസ്ത്രം. പാശ്ചാത്യൻ അതിങ്ങോട്ട് മോഡലാക്കി ഇറക്കിയപ്പോ അതിന്റെ വിപണികളായിട്ട് നമ്മൾ ആ വിപണി സജീവമാക്കി കൊടുത്തു. പഴയ കാലത്ത് ഒറ്റൊന്നും നമ്മളെ നാട്ടിൽ ചെലവാകൂല. ചെലവാകുമോ? ചെലവാല തിരിച്ചു പോകും. ഇന്ന് ഏറ്റവും ചെലവാകാൻ തുടങ്ങി വെസ്റ്റേൺ കൾച്ചർ, പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ വസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ചെലവാകാൻ തുടങ്ങി അല്ലേ? ഒരു പള്ളിയിലേക്ക് കയറിയാൽ ആ പള്ളിയിൽ എത്ര ആള് ഗ്രൗണ്ടിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ പള്ളി കയറിയാൽ മതി. പള്ളിയിൽ കയറിയിട്ട് ഒന്നിങ്ങനെ നോക്കിയാൽ മതി. അപ്പൊ എല്ലാവരുടെയും പേരും നമ്പറും. 7 ഒരാളെ നമ്പറാണ്, 2 ഒരാളെ നമ്പറാണ്, 1 ഒരാളെ നമ്പറാണ്. മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ടതല്ല ഇത്. ആരുടെ പേരാണ്, ആരുടെ നമ്പറാണ് കുറിച്ചിരിക്കുന്നത്? അതാണോ നമ്മുടെ ശരീരത്തിൽ നമ്മൾ അണിയേണ്ടത്? നമ്മൾ അതാണോ ധരിക്കേണ്ടത്? ഒരിക്കലും അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാറ്റിനും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാർക്ക് നിർദ്ദേശം കൊടുത്തതിൽ വസ്ത്രത്തിന്റെ വേഷവിധാനം തങ്ങൾ കൃത്യമായി പകർന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില വസ്ത്രങ്ങൾ ധരിക്കരുത് എന്ന് തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾക്ക് വ്യത്യാസമില്ലാതെ ധരിക്കാൻ തുടങ്ങി. എല്ലാ കളറും നമുക്ക് പറ്റുമോ? ഇല്ല. പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം ധരിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? പട്ട് ധരിക്കാൻ പാടില്ല എന്ന് നമ്മളോട് ആരാ പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പഠിപ്പിച്ചത്. എന്തേ പട്ടിന് കുഴപ്പം? പട്ട് ധരിക്കുന്നതിന് എന്താ പ്രശ്നം? അതൊരു വസ്ത്രമല്ലേ എന്നൊരാൾ യുക്തി കൊണ്ട് ചിന്തിച്ച് ധരിച്ചാൽ എന്താണ് അയാളോട് പറയേണ്ടത്? അത് എന്റെ ഉമ്മത്തിൽ നിന്ന് പുരുഷന്മാർക്ക് നിഷിദ്ധവും സ്ത്രീകൾക്ക് ഹലാലുമാണെന്ന് തങ്ങൾ പ്രഖ്യാപിച്ചു. ആ പട്ടുവസ്ത്രം എന്തിനെ പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കാൻ കാരണം? നല്ല വിലപിടിപ്പുള്ള മുന്തിയ വസ്ത്രമാണത്. പുരുഷന്മാരുടെ മനസ്സിൽ ഈ വസ്ത്രം ധരിച്ച് നടക്കുന്ന ആളെ കാണുമ്പോൾ പാവപ്പെട്ടവരുടെ മനസ്സിൽ വരുന്നൊരു തകർച്ചയും ധരിച്ച ആൾക്ക് ഉണ്ടാകുന്ന അഹന്തയും അഹംഭാവവും അഹങ്കാരവും എല്ലാം കണക്കിലാക്കി നിഷിദ്ധമാക്കപ്പെട്ടു. സ്വർണമോതിരം ധരിക്കാൻ പറ്റുമോ പുരുഷന്മാർക്ക്? സ്വർണ്ണ ആഭരണം ധരിക്കാൻ പറ്റുമോ പുരുഷന്മാർക്ക്? പക്ഷേ സഹോദരങ്ങളെ, നമ്മിൽ പലരും അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഞാനിപ്പോ റമദാനില് ദുബൈന്ന് വരുമ്പോ എയർപോർട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദെ കിബില എങ്ങോട്ടാണ്? നല്ല ചെറുപ്പക്കാരനാണ്, മോശമുള്ള ആളൊന്നല്ല. കിബില എങ്ങോട്ടാണ്? ഫ്ലൈറ്റ് കയറിയതിന് മുമ്പ് നിസ്കരിച്ച് കയറാന്ന് എഴുതിയിട്ട്. അപ്പൊ കിബില എങ്ങോട്ടാണ് എന്നാണ് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ചോദിക്കാണ് കിബില അറിയാൻ വേണ്ടിയിട്ട്. മുസല്ലൊക്കെ ഉണ്ട്. അപ്പൊ കിബില ചോദിക്കുന്ന ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു ചെയിന്, ഒരു സ്വർണ്ണ ചെയിന് കണ്ടു. ഞാൻ ആദ്യം കരുതിയത് സ്വർണ്ണ ചെയിനൊക്കെ പലരും അങ്ങനെ കെട്ടലുണ്ടല്ലോ, അതിൽപ്പെട്ട ആളായിരിക്കും എന്ന് കരുതി. ഞാൻ ചോദിച്ചു, നിങ്ങള് മുസ്ലിം അല്ലേ? അതേ ഉസ്താദേ, എന്റെ പേര് ഇന്ന പേരാണ്, പേരൊക്കെ പറഞ്ഞു. പിന്നെ ഇത് സ്വർണ്ണല്ലേ? സ്വർണ്ണാണ്. ഇതിങ്ങനെ ഇനി നമ്മൾ ആ ബാഗിലൊക്കെ ആയി കൊണ്ടുവരുമ്പോ അവിടെയും ഇവിടെയൊക്കെ അതിന്റെ സിഗ്നലൊക്കെ മുഴങ്ങിയിട്ട് അതൊക്കെ കെട്ടയിച്ച് തുറക്കണ്ടെന്ന് എഴുതിയിട്ട് എളുപ്പത്തിന് ഇവിടെ കെട്ടി. എന്നാ പിന്നെ കാണിച്ചു കൊടുക്കാൻ സുഖാണല്ലോ. ഉമ്മാക്ക് ഹദിയായി കൊണ്ടുപോകാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഞാൻ പറഞ്ഞു, ഉമ്മാക്ക് ഹദിയായത് വേണമെങ്കിൽ ബില്ലുണ്ടെങ്കിൽ ഞാൻ സൂക്ഷിച്ചോളാം. എന്റെ പെട്ടിയിൽ ബില്ലുണ്ടെങ്കിൽ ഞാൻ സൂക്ഷിച്ചോളാം. നിങ്ങൾ വാങ്ങിക്കൊണ്ടൊരു ആഭരണല്ലേ, അല്ല നിങ്ങൾ സ്വർണ്ണക്കടത്ത് നടത്തുന്നല്ലോ. പക്ഷെ ഇങ്ങനെ കെട്ടിക്കൊണ്ടാൻ പറ്റൂല, അത് ഹറാമാണ്. ഹറാമാണെന്നല്ല, കബീറത്താണ്. നമുക്കങ്ങനെ മാതൃക സ്വീകരിക്കാൻ പറ്റൂല. ഉമ്മാക്കാണെങ്കിൽ ശരി, വല്യമ്മാക്കാണ് ശരി, വല്യപ്പാക്കാണ്, ആർക്കാണെങ്കിലും ശരി, ഉമ്മാമാന്റെ ഉമ്മാമാക്കാണ് ശരി, ധരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. അത് ഏത് കസ്റ്റംസ് ചോദ്യം ചെയ്താലും ശരി, ചെയ്തിട്ടില്ലെങ്കിലും ശരി. അത് പറഞ്ഞ ഉടനെ തന്നെ ചെറുപ്പക്കാരയച്ചു. നല്ല ചെറുപ്പക്കാരനാണ്. അവൻ അയച്ചു, ഉസ്താദ് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് അതിന്റെ ബില്ലൊക്കെ ഉണ്ടോ? ചാണ്ട്. എന്നാ പ്രശ്നമൊന്നും ആക്കണ്ട, അത് കീശയിലിട്ട് പിന്നെ ബില്ല് കീശയിൽ വെച്ചിട്ട് നിങ്ങളെ ബാഗിലവിടെ വെച്ചു. അവിടെ ഇങ്ങനെ കിണികിണി മുഴങ്ങും ഉറപ്പാ. നിങ്ങൾ അതിലൂടെ പോകുമ്പോ നിങ്ങൾ അതിന്റെ ബില്ല് കാണിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു ചെയിൻ ഇതിലുണ്ട്, അതാണ്. അതവർ നോക്കിയാൽ കാണും, ക്യാമറയിൽ നോക്കിയാൽ കാണും, പ്രശ്നമൊന്നും ഉണ്ടാകൂല. സ്വീകരിച്ചു.
ഇങ്ങനെ ഒരാളല്ല, പലരുണ്ട്. അതെങ്ങനെ മറച്ചു വെച്ച് കടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സാമ്പത്തിക കോടിപതി അത് വേറെ നിൽക്കട്ടെ, ഇതിങ്ങനെ അവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും സ്വകാര്യ ഭാഗങ്ങളിലും ധരിച്ച് ഫിറ്റാക്കി കൊണ്ടുവരാൻ പറ്റുമോ? പുരുഷനെങ്ങനെ കൊണ്ടുവരും? സ്വർണ്ണാഭരണം എങ്ങനെ ധരിച്ചു കൊണ്ടുവരും? കണക്കിലപ്പുറം സഹോദരങ്ങളെ. കണക്കിൽപ്പെട്ടൊരു മോതിരം പറ്റുമോ? സ്വർണ്ണ മോതിരം ധരിച്ചിട്ടല്ലേ ഒരു സ്വഹാബി നബി തങ്ങളെ മുന്നിലെത്തിയപ്പോ നരകത്തിന്റെ കനൽക്കട്ടയും കയ്യിൽ പിടിച്ചാണോ വന്നിരിക്കുന്നത്? നരകത്തിലുള്ള ഒരു തീക്കട്ട അത് കയ്യിൽ ധരിച്ചാണോ വന്നിരിക്കുന്നത് എന്ന് തങ്ങൾ ചോദിക്കുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, സ്വർണ്ണമോതിരം അഴിച്ചൊരൊറ്റ ഏറ് കൊടുത്തു. ജംറത്തും മിന്നാർ, ഒരു തീക്കട്ടയാണ് നിങ്ങൾ കയ്യിൽ ധരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്ക് കാര്യം ബോധ്യപ്പെട്ടു. വലിച്ചെറിഞ്ഞപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ധരിക്കണ്ടെന്നാണ് തങ്ങൾ പറഞ്ഞതിനർത്ഥം. നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം, അത് വിൽപ്പന നടത്തിയിട്ട് അതിന്റെ കാശ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാം, അല്ലെങ്കിൽ മറ്റു ധരിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നിങ്ങൾക്കത് കൊടുക്കാം. ജംറത്തും മിന്നാറെന്ന് തങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ കയ്യിൽ ധരിച്ചു കൊണ്ടുവന്നത്. എനിക്കിനി അത് വേണ്ട. മറ്റൊരാൾക്ക് ഉപകരിക്കാനോ സ്വന്തത്തിൽ ഉപകരിക്കാനോ എനിക്കാ മോതിരം വേണ്ട. അവര് ചിന്തിച്ചതെന്താ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇത്തിബായിന് എതിരാണ് ആ സംഗതി. ആരാണ് സത്യത്തിൽ സ്വർണ്ണമോതിരം കൂടുതൽ ധരിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? സ്വർണ്ണമോതിരവും സ്വർണ്ണവളയും നമ്മുടെ നാട്ടിൽ ധരിക്കുന്നത് പുരുഷന്മാരെ കൂട്ടത്തിൽ ആരാണ്? യഹൂദികളുണ്ട്, നസ്വാറകളുണ്ട്, അല്ലാത്തവരുണ്ട്. മുസ്ലിമിനാ മാർഗം സ്വീകരിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്, സ്വർണത്തിന്റെ കൂട്ടുള്ള ഒരു വാച്ച് ധരിക്കുന്നതിൽ വരെ പണ്ഡിതന്മാര് മസല പറഞ്ഞില്ലേ? അതിനെ ഉരുക്കി വാർക്കിയെടുക്കുന്ന സമയത്ത് സ്വർണമാണ് കൂടുതൽ ലഭിക്കുന്നതെങ്കിൽ അത് ധരിക്കാതിരിക്കലാണ്, ധരിക്കാൻ പാടില്ല എന്നല്ലേ പണ്ഡിതന്മാരുടെ പക്ഷം പറഞ്ഞത്. സ്വർണത്തിന്റെ ഒരു കളറ് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതാണ് അധികമുള്ളതെങ്കിൽ സാരമില്ലെന്നും പറഞ്ഞു. ഇത്ര വരെ വിഷയങ്ങൾ നമുക്ക് കൃത്യമായി പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിഷിദ്ധമാക്കിയ കാര്യങ്ങളോട് നിഷിദ്ധമായ രൂപത്തിൽ തന്നെ ഇത്തിബാഅ് സ്വീകരിക്കണം. ഒരിക്കലും ഹലാലാക്കരുത്, ഒരിക്കലും അനുവദനീയമാക്കരുത്. വെള്ള കളറിലുള്ള വസ്ത്രം നമുക്ക് ഹലാലാണ്, പക്ഷേ ചില കളറുകളൊന്നും നമുക്ക് പാടില്ല. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പാടില്ല എന്ന് പറഞ്ഞത്? മറ്റു പലരോടും അതിന് സാദൃശ്യതയുടെ രൂപം വരുന്നുണ്ട്, സാദൃശ്യതയുടെ രൂപം വരുന്നുണ്ട്. ആ നിലക്ക് നിങ്ങളത് സ്വീകരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുമ്പോ നമ്മുടെ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് നമ്മളത് മാറ്റുകയല്ല വേണ്ടത്, സ്വീകരിക്കാതെ തള്ളിക്കളയുകയാണ് വേണ്ടത്. ചില ആളുകൾക്ക് ചൂട് കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടോ മരുന്ന് കഴിച്ചിട്ടുള്ള പ്രതിഫലം കൊണ്ടോ ശരീരത്തിലെ തലയിലെ രോമങ്ങൾ കൊഴിഞ്ഞു വീഴാറുണ്ട്. സഹോദരങ്ങളെ, ഒരിക്കലും പോകാത്ത രീതിയിൽ, പറിച്ചാൽ കിട്ടാത്ത രീതിയിൽ മുടി വെച്ച് വളർത്തുന്നൊരു സ്വഭാവം ഇന്ന് പലരിലും കാണാം. അതിനും പറയുന്ന പേര് വിസാല് എന്നാണ്, മുവാസലത്ത് എന്നാണ്. അതേ, വെപ്പുമുടി വെക്കുന്നതും അത് വളർത്തിയിട്ട് ഫിറ്റ് ചെയ്യുന്നതും നിഷിദ്ധമാക്കിയതാരാണ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏത് കാലത്തും സ്വീകരിക്കേണ്ട ഇത്തിബാഅ് അത് തന്നെയാണ്. ആധുനിക യുഗമല്ലേ, നമ്മുടെ ജീവിതത്തിന് കുറച്ച് മോഡലൊക്കെ വരണ്ടേ എന്ന് കരുതിയിട്ട് മാറ്റാൻ പാടില്ല. തങ്ങൾ പറഞ്ഞ ഇത്തിബായിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്. അതൊരു ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെ. കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേന്ന് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. ആ ചെറുപ്പക്കാരന്റെ രണ്ട് നഖത്തിന് ഏകദേശം നമ്മുടെ ഈ ഒരു നഖത്തിനേക്കാളും വലിപ്പമാണ്. ഈ തള്ളവിരലിന്റെ നഖവും ചെറുവിരലിന്റെ നഖവും. ഞാൻ പിന്നെയും നോക്കി ആ നഖത്തിലേക്ക്.
എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലല്ലോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. നഖം വളർന്നത് തന്നെയല്ലേ, വളർത്തിയത് തന്നെ. ബാക്കി നഖങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്, വളരെ വൃത്തിയിൽ വെട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നഖം വളർത്താനുള്ള ഒരു പെർമിഷൻ ഉണ്ടോ? ഇല്ല. നഖം പൂർണ്ണമായും വെട്ടേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് വളർത്തിയതാണ്. അങ്ങനെ ഒരു ഭാഗമല്ല. എന്തിന് തൊഴിലിന്റെ ഭാഗം? വരയിടാനോ? എത്ര മായ്ക്ക് റബ്ബറുകളും മറ്റും ചോക്കുകളും ഉണ്ട്, ചെറുതുമുണ്ട് വലുതുമുണ്ട് അല്ലേ? ഇപ്പൊ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നോക്കി തന്നെ, കമ്പ്യൂട്ടറിൽ ചെറിയ വര വരണോ അതിനുള്ളൊരു ബട്ടൺ വേറെ ഉണ്ട്, അത് അമർത്തിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒരു വര വരും. അല്ല കട്ടിയുള്ള വര വരേണ്ടത് അതിന് വേറൊരു ബട്ടൺ ഉണ്ട്, നല്ല കുറച്ച് കളറിൽ വരണമെങ്കിൽ അത് ബട്ടൺ അമർത്തിയാൽ അത് വരും. പിന്നെന്തിനാ ഈ നഖം? ഈ നഖ ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ ഒന്ന് തട്ടിയിട്ട് ഒരു പരിക്ക് പറ്റിയിട്ട് ഒരു വിഷാംശം അതിലൂടെ കയറിയാൽ അത് മാറുന്നത് വരെ പിന്നാലെ നടക്കാം. അത് കോടതിയിൽ കേസ് കൊടുത്താലും കേസ് കൊടുത്തില്ലെങ്കിലും ദീന്റെ നിയമം അങ്ങനെയാണ്. ആ വിഷാംശം അയാളെ ശരീരത്തിൽ നിന്ന് മാറിയിട്ട് രോഗം മാറുന്നത് വരെയുള്ള ചെലവ് മൊത്തം കൊടുക്കണം ഇയാൾ. ആരോട് വർത്തം പറഞ്ഞു? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇത്തിബായ്? പൂർണ്ണമായും വെട്ടലാണ്, വെട്ടേണ്ട രൂപത്തിൽ വെട്ടലാണ്. നഖം വളർത്താത്ത ആളുകൾ തങ്ങളെ കൂടെയുള്ളത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം 40 ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം വരാത്തൊരു സന്ദർഭം ഉണ്ടായി. അപ്പൊ പലരും ചോദിച്ചു, എന്താ ഇപ്പൊ ജിബ്രീലിനെ കാണാത്തത്? ഇടക്കിടക്ക് വരലുണ്ടല്ലോ എന്ന് പലരും ചോദിച്ചു. അതിനെ അവിടെ കാരണം പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം പിന്നീട് വല്ലുഹാ വല്ലൈലി അവതരിപ്പിച്ചുകൊണ്ടാ പിന്നീട് വന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്നുള്ള ആയത്തൊക്കെ അതിന്റെ ശേഷമാണ് ഇറങ്ങിയത്. കളിയാക്കി ചോദിച്ചു പലരും. മക്കക്കാഫിര്യങ്ങൾ പലരും ചോദിച്ചു, എന്താ നിങ്ങളെ ശൈത്താനെ കാണാത്തതെന്ന്. ഒരു ജിബ്രീലിനിട്ട പേര് അങ്ങനെ. ജിബ്രീലിനോട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവരെല്ലാ വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹയ്യ് മുഖേന എത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. എന്താ നിങ്ങളെ ശൈത്താനെ കാണാത്തതെന്നൊക്കെ ചോദിച്ചു പലരും കളിയാക്കിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജിബ്രീലിനെ കാണാൻ വലിയ താല്പര്യം ഉണ്ടായി ആ സമയത്ത്. അപ്പൊ എന്തേ ജിബ്രീൽ അലൈഹിസ്സലാം വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അതിൽ 3 കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ വരാത്ത വിഷയം വിശദീകരിച്ചുകൊണ്ട്. അതിൽ ഒരു കാരണം, നബിയെ ഇത്രയും ദിവസം തങ്ങളെ കൂടെ നഖം വെട്ടാത്ത ചിലരുണ്ടായിരുന്നു, ആ ഒരു പരിശുദ്ധിയുടെ കുറവ് കൊണ്ടാണ് വരാൻ കഴിയാതിരുന്നത്. ഒരു നഖമാണെങ്കിലും അത് വെട്ടാതിരിക്കാൻ പാടില്ല, വെട്ടണം. എല്ലാ നഖവും വൃത്തിയാക്കി വെട്ടണം. വെട്ടിയ നഖങ്ങളൊക്കെ കുഴിച്ചിടണം, അതാണ് സുന്നത്ത്. ശരിയായ ഇത്തിബായ് സ്വീകരിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഒരു നഖം വെട്ടാണെങ്കിൽ നോക്കുന്നത് അതിന്റെ പൂർണ്ണ ഇത്തിബായ് സ്വീകരിക്കാൻ സമയം കറക്റ്റ് ആകണം, 1. രണ്ടാമത് വെട്ടുന്ന ശൈലി ശരിയാകണം, 2. മൂന്നാമതായി വെട്ടുന്നതിന് മുമ്പും ശേഷമുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം. ഇത്തിബാ അവിടെ കുറച്ചിങ്ങനെ പോരാ, പൂർണ്ണാർത്ഥത്തിൽ വേണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇത്തിബാ പൂർണ്ണാർത്ഥത്തിൽ വേണം. ഉദാഹരണമായി തിങ്കളാഴ്ച അതിന് പറ്റിയൊരു ദിവസമാണ്, അല്ലെങ്കിൽ വ്യാഴാഴ്ച, അല്ലെങ്കിൽ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച തന്നെ രാവിലെയാണ് നല്ലത്, ജുമുഅന്റെ മുമ്പ്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ 3 ദിവസം തന്നെ ഇട്ട് വേറെ ദിവസം ഒന്നും പറയാനില്ല. നഖം വെട്ടുന്നതിന്റെ മുമ്പ് 2 കൈകളും കഴുകണം. എല്ലാ നഖങ്ങളും വൃത്തിയായി കഴുകണം. കഴുകിയതിന് ശേഷം മുസബ്ബിഹ വിരൽ കൊണ്ട് തുടങ്ങണം. അത്തഹിയാത്തിൽ നമ്മൾ ഉയർത്തുന്ന വിരലില്ലേ, ആ വിരൽ കൊണ്ടാണ്, വലത്തേ കൈയിന്റെ വിരൽ കൊണ്ടാണ് തുടങ്ങേണ്ടത്. നേരെ വെട്ടി വരണം ചെറുവിരലിലേക്ക്. പിന്നെ വലത്തേ കൈയിന്റെ തള്ളവിരൽ വെട്ടണം. പിന്നെ ഇടത്തേ കൈയിന്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ വെട്ടണം. കാലിന്റെ നഖവും കഴുകണം. കൈയിന്റെ നഖങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ ഉടനെ കൈ കഴുകണം, നഖങ്ങൾ കഴുകണം. മുബാദറത്ത് എന്നാണ് കിതാബിലൊക്കെ പറഞ്ഞത്, പെട്ടെന്ന് കഴുകണം. അതുകൊണ്ട് മാന്തിച്ചൊറിയുന്നതിന്റെ മുമ്പ് തന്നെ കഴുകണം. മാന്തിച്ചൊറിഞ്ഞാൽ രോഗാണുക്കൾ പകരാനും മറ്റും വരാനും സാധ്യതയേറെയുണ്ട്. അതുകൊണ്ട് നഖങ്ങൾ കഴുകണം. പിന്നെ കാലിന്റെ നഖം വെട്ടണം. വലത്തേ കാലിന്റെ ചെറുവിരൽ മുതൽ ഇടത്തേ കാലിന്റെ ചെറുവിരൽ വരെ കൃത്യമായി വെട്ടണം. വെട്ടിയ നഖങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ചെറിയ കുടി കുടിക്കണം. അതിലേക്ക് ഈ നഖങ്ങൾ കുഴിച്ച് നഖങ്ങൾ കുടിയിലേക്ക് ഇട്ടുകൊണ്ട് മണ്ണ് മൂടണം. സുബ്ഹാനല്ലാഹ്.
ഇത്രയും കൃത്യമായ രൂപത്തിൽ ഒരു വിഷയം വളരെ വൃത്തിയായി ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു അനുധാവനത്തിന്റെ തലം ചെറിയ അളവിലെങ്കിലും നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം സുന്നത്ത് എന്നുള്ള നിയ്യത്തും മുറുകെ പിടിക്കണം. ഇതൊരു ഫാഷന് വേണ്ടിയോ മറ്റോ നിർവഹിക്കുന്ന ഒരു കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാ ആണ്, അവിടുത്തെ സുന്നത്തായ ശൈലിയാണ്. അതിനൊക്കെ നമ്മൾ നിയ്യത്ത് മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അമലിന്റെ പൂർണ്ണമായ സ്വീകാര്യത ലഭിക്കുന്നത്. മുടി മുറിക്കുന്നതിനും അങ്ങനെ തന്നെ, താടി വെട്ടുന്നിടത്തും മീശ വെട്ടുന്നിടത്തുമൊക്കെ തങ്ങളുടെ ഇത്തിബാ ഉണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം, ജൂതന്മാരോട് എതിരാകണം. അഫുൽ ലിഹാ വഖസ്സുശ് ശവാരിബ്, മീശ വെട്ടണം, താടി വളർത്തണം. താടി വടിച്ചുകൊണ്ട് മീശ ഇങ്ങനെ കൊമ്പനാക്കിയിട്ടൊരു വീരപ്പൻ മീശയാക്കരുത്. മീശ ചെറുതാക്കി വെട്ടണം. മീശ കുമിച്ചു കൂടി വെച്ച് കഴിഞ്ഞാൽ താടിയുടെ അതുപോലെയുള്ളൊരു ഉദുർ മീശക്കില്ല. മീശന്റെ ഉള്ളിന്റെ ഭാഗങ്ങളിലേക്ക് വെള്ളം ചേർന്നിട്ടില്ലെങ്കിൽ ഉളൂഇന്റെ സ്വഹത്തിനെ ബാധിക്കും. മീശ ചെറുതാക്കി വെട്ടണം. ചില ആൾക്കാർ മീശ കൊണ്ട് വന്നിട്ട് ചുണ്ടനെ കാണൂല. ചുണ്ട് കാണാൻ ടോർച്ചടിച്ച് നോക്കേണ്ടി വരും. മീശ ചെറുതാക്കി വെട്ടണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മീശ ചെറുതാക്കി വെട്ടിയിട്ട് അപ്പുറത്തുള്ള തൊലിയുടെ നിറം കണ്ടിരുന്നു എന്നുണ്ട് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ. ഞാൻ അത്രയും ചെറുതാക്കിയിരുന്നു, ചെറുതാക്കി വെട്ടിയിരുന്നു. താടി വളർത്തണം, കുറച്ചെങ്കിലും നമ്മൾ വളർത്തണം. താടി വളർത്തുന്ന നിങ്ങൾക്ക് താടി ഒരാൾ വെച്ചുകൊണ്ട് അയാൾ എടുക്കുന്ന ഉളൂഇന്റെ അത്രയും പ്രതിഫലം താടി വടിച്ചാൾക്ക് ഏതായാലും കിട്ടൂല. ഏതായാലും കിട്ടൂല, അറ കിട്ടൂല. കാരണം ഇത്രയും രോമങ്ങൾ നനയുക ഒന്ന്, അതിനൊരു കൂലി പറയുന്നുണ്ട്. മാത്രല്ല, താടി വളർത്തിയ ഒരാളാണെങ്കിൽ കുറഞ്ഞ ഭാഗങ്ങൾ ഉളൂയിൽ ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഭാഗങ്ങൾക്കൊക്കെ ഒരു വിട്ടുവീഴ്ചയുണ്ട്. തിങ്ങിയ താടിയാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം തിക്കയറ്റൊരു സുന്നത്താണ്, നിർബന്ധമല്ലല്ലോ. അല്ലാത്ത ആള് ആ ഭാഗങ്ങളിലൊക്കെ കറക്റ്റായി വെള്ളം ഒലിപ്പിക്കണം, ശരിക്ക് കൃത്യമായി നനക്കന്നെ വേണം. നനയാതെ പോയാൽ അത് വലിയ പ്രശ്നമായി മാറും. മറ്റൊന്ന്, താടി രോമങ്ങളിൽ എത്ര സമയം നനവ് നിലനിൽക്കുന്നുണ്ടോ അത്രയും സമയം നിനക്ക് ഇസ്തിഗ്ഫാറിന്റെ വർധനവ് ലഭിക്കും. 10 മിനിറ്റാണോ താടിയിലെ രോമം അങ്ങനെ നനവ് നിലനിന്നതെങ്കിൽ ആ 10 മിനിറ്റിൽ നിന്റെ ശരീരത്തിന്റെ താടിയിലെ രോമങ്ങൾ മുഴുവനും നിന്റെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് കീഴുന്നു. എത്ര നേരം നനവ് നിലനിൽക്കുന്നുണ്ടോ അത്രയും നേരം ഇസ്തിഗ്ഫാറാണ്. അത് വല്ലാത്തൊരു ലാഭമാണ്, നമ്മൾ അറിയാതെ കിട്ടുന്ന വലിയൊരു ലാഭമാണ്. മുടി കഴുകിയിട്ട് നിങ്ങൾ തല നനച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും തുടക്കാതിരിക്കലല്ലേ സുന്നത്ത്. തോർത്താതിരിക്കുന്ന ആൾക്ക് ഈ പറയുന്ന പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ജലദോഷമോ മറ്റു വിഷയങ്ങളോ ഉള്ളവർ തോർത്തിയേക്കണം, അവര് ബുദ്ധിമുട്ടാകരുത്. പ്രശ്നമൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർ തോർത്താതിരിക്കുന്നതാണ് നല്ലത്. മേനിയിൽ മുഴുവനുമുള്ള രോമങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. ഈ മനുഷ്യന്റെ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഇത്രയും രോമങ്ങൾ അള്ളാഹുവിനോട് കേണപേക്ഷ നടത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു സന്തോഷമാണ്. ഉപ്പമാരോട് ഞാൻ പറയട്ടെ, വലിയ ഒരു താടി നിങ്ങൾ വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചെറിയൊരു താടിയെങ്കിലും സുന്നത്തിന് നിലനിർത്തണം. താടി വെക്കുന്നത് അത് ഇസ്ലാമിന്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ ആണ്. നല്ല താടിയുള്ള ആള് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ദിക്ർ ചൊല്ലുമ്പോൾ അത് നോക്കിയിട്ട് തങ്ങളങ്ങനെ ചിരിച്ചു. താടി അയാളെ ദിക്റിനനുസരിച്ച് താടിയും ചൊല്ലുന്നു ദിക്ർ അല്ലേ. താടി നീളുണ്ടെങ്കിൽ താടിയും ചൊല്ലും ദിക്ർ. മൂപ്പര് മാത്രല്ലേ താടിയും ചൊല്ലും ദിക്ർ. മൂപ്പര് ഓതുന്നതിനനുസരിച്ച് താട അനങ്ങുന്നതിനനുസരിച്ച് താടിയും അനങ്ങും. താടിക്ക് എത്ര നീളുണ്ടോ അത്രയും അനക്കം താടിക്കുണ്ടാകും. അപ്പൊ ഇരുന്നിട്ട് പള്ളിന്റെ ഉള്ളിലിരുന്ന്, മദീന പള്ളിയുടെ ഉള്ളിലിരുന്നിട്ട് ഒരാളങ്ങനെ ദിക്ർ ചെല്ലുമ്പോ അതിനനുസരിച്ച് താടി ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പൊ ആ സ്വഹാബി തങ്ങളിങ്ങനെ ചിരിക്കുന്ന കണ്ടപ്പോ തങ്ങൾ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്. ഈ സ്വഹാബി മനസ്സിലാക്കിന്റെ താടി ഇങ്ങനെ നീളം കൂടുതലായതുകൊണ്ടാണ് തങ്ങൾ ചിരിച്ചത്. താടി ക്ലീൻ ചെയ്തു വന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. താടി ഫിനിഷ് ആക്കി വന്നപ്പോ തങ്ങൾ പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്?
അല്ല നബിയെ, തങ്ങൾ ചിരിച്ചപ്പൻ്റെ താടിൻ്റെ നീളം കൂടുതലായെന്ന് കരുതിയിട്ട് ഞാനത് മട്ടാക്കി റെഡിയാക്കി വന്നതാണ്. അല്ലല്ലല്ല, നിങ്ങൾ ഓരോ ദിക്റും ചൊല്ലുമ്പോ നിങ്ങളെ താടി രോമങ്ങളും ദിക്റ് ചൊല്ലുന്നു. അതിന്റെ സന്തോഷം കണ്ട് ഞാൻ ചിരിച്ചുപോയതാണ്. എത്രയാണ് അള്ളാഹു നിങ്ങൾക്ക് നന്മകൾ കണക്കാക്കുന്നത്. നിങ്ങളെ താടി രോമങ്ങൾ കണക്കാക്കി നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുമ്പോ എത്ര രോമങ്ങളാണ് അതിനോടൊപ്പം അനങ്ങുന്നത്. സുബ്ഹാനല്ലാഹ് അത്രയും രോമങ്ങൾ വഴി നിങ്ങൾക്ക് എഴുതപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ താടയൊന്ന് അനങ്ങിയപ്പോൾ താടി രോമങ്ങളും അനങ്ങിയില്ലേ? അത് മുഴുവനും ദിക്റാണ്. അപ്പൊ നിങ്ങൾക്ക് വലിയ പ്രതിഫലം കിട്ടുമെന്ന സന്തോഷം കണ്ടുകൊണ്ട് ഞാൻ ചിരിച്ചതാണ്. നബിയെ, ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിപ്പോയി. സാരമില്ല സഹോദരങ്ങളെ, കിതാബിൽ പലയിടങ്ങളിലും അതിന്റെ വിധി പറഞ്ഞപ്പോൾ ഫതുഹുൽ മുഈനിൽ 2 സ്ഥലങ്ങളിൽ ഹൽഖുൽ ലിഹിയത്തിനെ പറ്റി പറഞ്ഞയിടത്ത് യഹ്റുമു എന്ന് കാണാം. നമ്മളെ ആൾക്കാരൊക്കെ അങ്ങനെ ഉസ്താദേ അതൊരു കറാഹത്തല്ലേ ഉള്ളൂ. നമ്മളെ ആൾക്കാർ സുന്നത്ത് മാത്രം, അങ്ങനെ നല്ല കട്ടിയുള്ള സുന്നത്ത് മാത്രമേ എടുക്കുള്ളൂ. കറാഹത്താണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ള നിലക്കാണ്. കറാഹത്ത് സ്വീകരിക്കാനുള്ളതല്ല, ഒഴിവാക്കാനുള്ളതാണ്. സൈനുൽ മുനീർ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞു, അൽ കറാഹത്തു ഉഖുബത്തുൻ ബൈനൽ ഹലാലി വൽ ഹറാം. കറാഹത്ത് എന്ന് പറയുന്നത് ഹലാൽ ഹറാമിന്റെ ഇടക്കുള്ള ഒരു കടമ്പയാണ്. കറാഹത്ത് നീ അങ്ങനെ പതിവാക്കി പോയാൽ നീ ഹറാമിലേക്ക് ചാടിപ്പോ. അതുകൊണ്ട് കറാഹത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്, അല്ലേ? പക്ഷെ ആർക്ക് കഴിയും പൂർണ്ണ ഇത്തിബാഅ് സ്വീകരിക്കാൻ? നിങ്ങളൊക്കെ വീട്ടിൽ ഇപ്പൊ പെരുന്നാളിന് വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾക്കൊക്കെ മൈലാഞ്ചി വാങ്ങി കൊടുത്തില്ലേ? അത് പെരുന്നാളിന് എന്നിങ്ങനെ വന്നിരിക്കുക, അങ്ങനെ ഉറൂസിന്റെ മജ്‌ലിസിന് സുഖമായിട്ട് ഉഷാറായിട്ട്. ഇത്തിബായിട്ട് സ്വീകരിക്കാനുള്ള കെൽപ്പ് വേണം. അതാണ് മുസ്ലിമിന്റെ ശരിക്കുള്ള സൗന്ദര്യം. അള്ളാഹുവിലും ആഖിറത്തിലും ശരിക്കുള്ള ഈമാൻ ഉണ്ടോ? ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഉസ്വത്തുൻ ഹസന. അത് പൂർണാർത്ഥത്തിൽ പാലിക്കാനുള്ള കഴിവ് നമ്മൾ സ്വീകരിക്കണം, സ്വായത്തമാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വിഷയം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഞാൻ മുമ്പ് നിന്നിടത്ത് ആൾക്കാരോടൊക്കെ പെരുന്നാളിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ച പറഞ്ഞു, നിങ്ങളെ പൊരേക്കെങ്ങാനും ചോറിക്കാൻ വരുന്ന സമയത്ത് അവിടെ വിവാഹിതരല്ലാത്ത കുട്ടികൾ മൈലാഞ്ചിട്ടുണ്ട, പിന്നെ ഞാൻ ചൂടായാലും എന്നോട് പറയരുതിട്ടോന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരതൊക്കെ ശ്രദ്ധിച്ചു സൂക്ഷിച്ചു. ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ നിന്ന് ഒരു 2ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ മൈലാഞ്ചി രണ്ടാന്ന് പറഞ്ഞിട്ട് ബാപ്പ വാങ്ങി തന്നിട്ടില്ല, ഞങ്ങൾക്ക് എന്താ മൈലാഞ്ചിട്ട കുഴപ്പമെന്ന് ചോദിച്ചു. ചെറിയൊരു പെൺകുട്ടി, 2ാം ക്ലാസ്സിലെ ചെറിയൊരു കുട്ടിയല്ലേ. ആ കുട്ടി ഒന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, ഈ മൈലാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അത് വിവാഹം ചെയ്ത സ്ത്രീകൾക്കുള്ള സുന്നത്താണ്. മോളെ കെട്ടിച്ചിട്ടില്ലല്ലോ എന്നാണ്. അപ്പൊ ആ കുട്ടി ഉള്ളിലേക്ക് ഓടുകയും ചെയ്തു. മോളൊരു പുതിയ എണ്ണായിട്ടില്ലല്ലോ. പുതിയ പെണ്ണിനുള്ള ഒരു അലങ്കാരത്തിന്റെ സുന്നത്താണത്. ആ പുതിയ പെണ്ണ് വരെ ഇരിക്കുന്ന പെണ്ണാണെങ്കിൽ പോലും മൈലാഞ്ചി ഹറാമാണ്. ഇരിക്കുന്ന പെണ്ണിന് മൈലാഞ്ചി ഇടാൻ പാടില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് വയസ്സത്ര കഴിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇരിക്കുമ്പോ ഭർത്താവ് മരിക്കും, ഭാര്യക്ക് 80 ആയിട്ടുണ്ടാവും. എന്നാലും വിധി ഒന്നെ. ഭർത്താവ് മരിക്കുമ്പോ ഭാര്യക്ക് 22 ആണെങ്കിലും വിധി അങ്ങനെ തന്നെ, പാടില്ല. ഇരിക്കുന്ന പെണ്ണിനത് ഹറാമാണ്. ചെറിയ കുട്ടികൾക്ക്, വിവാഹിതരല്ലാത്ത സ്ത്രീകൾക്ക് മൈലാഞ്ചി തേക്കുന്നത് കറാഹത്താണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. യുന്തബുലിൽ മുതസവ്വിജ വ യുക്റഹുലിൽ ഖലിയ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി അങ്ങനെയാണ്. വിവാഹിതർക്ക് മൈലാഞ്ചിയിടൽ പെണ്ണുങ്ങൾക്ക് സുന്നത്താണ്. അവർക്ക് കല്യാണത്തിന്റെ അന്ന് മാത്രമല്ല, പെരുന്നാളിനും ഭർത്താവ് വീട്ടിലേക്ക് അണയുന്ന സന്ദർഭത്തിലും നല്ല ഭംഗിയുണ്ടാക്കൽ സുന്നത്തായ എല്ലാ സന്ദർഭങ്ങളിലും അത് സുന്നത്താണ്. കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കൽ സുന്നത്താണ്. പുരുഷന്മാർ കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കുന്നത് ഹറാം എന്നല്ല, വൻകുറ്റവുമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു സവാജിറിൽ അത് എണ്ണിയിട്ടുണ്ട്. കല്യാണത്തിന്റെ അന്നാണെങ്കിലും ഉപ്പമാരെ
മകന്റെ കല്യാണം എന്ന നിലക്കുള്ളൊരു സന്തോഷം കിട്ടണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം. ഇന്നത്തെ കാലത്ത് വല്ലാതെ അധ്വാനം ചെയ്യണം. അതിന് കഴിയാത്തവർ തൽക്കാലം ടിക്കറ്റ് എടുത്ത് എവിടേക്കെങ്കിലും സിയാറത്തിന് പോകലാ നല്ലത്. നാ പടച്ചോനോട് ആഖിറത്തിൽ പറയാ, ഞാനതിന് സാക്ഷിയായിട്ടില്ല പടച്ചോനെ, പറഞ്ഞാ കേൾക്കാത്തൊരു പെരുമ്പടപ്പാണ് എനിക്കുണ്ടായിരുന്നത്, അവനങ്ങ് നടത്തിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മാറി നിന്ന് പോയതാന്ന് പറയാം. മൈലാഞ്ചി തേച്ച ആ ആണ് ആ പുരുഷൻ നല്ല തലയിൽ നല്ലൊരു ടവലും തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ബറക്കത്തുള്ള ഒരു സദസ്സാണ് നിക്കാഹിന്റെ സദസ്. ദുആഇന് ഇജാബത്തുള്ള സദസ്സാണ്, സ്വാലിഹീങ്ങളെ കൊണ്ടുപോകേണ്ട സദസ്സാണ്. പക്ഷേ ഒരു ഇജാബത്തും അവിടെ ലഭിക്കാൻ സാധ്യതയില്ല. പുതുമാരൻ വാനിലേക്ക് കൈയുയർത്തുമ്പോ കൈ വെള്ളയിൽ മുഴുവനും എഴുതി വെച്ചിരിക്കുന്നു മൈലാഞ്ചി കൊണ്ട് അവന്റെയും അവളുടെയും പേരുകൾ. വിളിപ്പേര് ഒരു ഭാഗത്ത്, സ്വന്തം പേര് വേറൊരു ഭാഗത്ത്. പിന്നെ റോട്ടിലൊക്കെ കാണുന്ന കുറെ ചിഹ്നങ്ങളുണ്ട്, അല്ലാത്ത കുറെ ചിഹ്നങ്ങളുണ്ട്. അതൊക്കെ കൂടി എഴുതിയിട്ട് വന്നിരിക്കുകയാണ്. എന്ത് ബറക്കത്തുണ്ടാകാനാണ് സഹോദരങ്ങളെ. ബാറക്കല്ലാഹു ലക്കുമാ എന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ ആമീൻ ആമീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സ്വീകാര്യതയാണ്. പച്ച ഹറാമും ഉപയോഗിച്ചല്ലേ വന്നിരിക്കുന്നത്, എന്ത് സ്വീകരിക്കാനാ. ല്ലേ മുമ്പ് മൂസാ നബിന്റെ കാലത്ത് മഴ തേടാൻ പോയപ്പോ ഒരൊറ്റ ആളെ കാരണം കൊണ്ട് ദുആഇന് ഇജാബത്ത് കിട്ടില്ല എന്ന് കേട്ടില്ലേ? അത് അന്ന് മാത്രമേ ഉള്ളൂ, ഒന്നൊന്നും ഉണ്ടാവില്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ, ഒരു 15 മിനിറ്റ് കിട്ടും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് മഹാനവർകൾ മഴ തേടാൻ വേണ്ടി ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയപ്പോ അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ, നിങ്ങൾ ആ ജനങ്ങളെ കൂട്ടത്തിൽ ഒരു ദോഷിയുണ്ട്. ഇതുവരെ തൗബ ചെയ്യാത്ത ഒരൊറ്റ മനുഷ്യനുണ്ട് ആ കൂട്ടത്തിൽ. ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിപ്പോയി തൗബ ചെയ്യാൻ പറയണം, അല്ല അയാള് തൗബക്കൊരുങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ നിന്ന് അയാളോട് പോകാൻ പറയണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങൾക്കിടയിലേക്ക് അനൗൺസ്മെന്റ് നടത്തി, നിങ്ങളെ കൂട്ടത്തിൽ പാപം ചെയ്ത കുറ്റം ചെയ്ത ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ തൗബ ചെയ്തിട്ടില്ല, അവൻ വല്ലാതെ മഹാപാപിയാണ്. അവൻ ഉള്ളത് കൊണ്ടാണ് അല്ലാഹു ദുആഇന് ഉത്തരം തരാത്തത്. ആരാ ദുആർക്കാൻ ഒരുങ്ങുന്നത്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. 313 മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹാന്മാരാരാണ് സഹോദരങ്ങളെ? ഉലുൽ അസ്മികളാണ്. ആ ഉലുൽ അസ്മിൽ പെട്ടൊരു മെമ്പറാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ചെറിയ സ്ഥാനമൊന്നുമല്ല മൂസാ നബിക്ക് അല്ലാഹു നൽകിയത്. തിൽക്കർ റുസുലു ഫല്ലൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹ്. മുർസലീങ്ങൾക്ക് വ്യത്യസ്ത ഗ്രേഡ് നമ്മൾ നൽകിയിട്ടുണ്ട്. അവരിൽ വലിയ സ്ഥാനമുള്ളവരാണ് മൻ കല്ലമല്ലാഹ്, അല്ലാഹു സംവദിച്ച ആളുകൾ. അതിൽപ്പെട്ട ആളല്ലേ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് കുറ്റം ചെയ്ത ആള് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ കുറ്റം ചെയ്ത ആള് അതിന്റെ ഇടയിൽ നിന്ന്, പടച്ചോനെ, എന്നോടാണല്ലോ മൂസാ നബി ആ പോകാൻ പറയുന്നത്, ഞാനിപ്പോ പോയാ ജനങ്ങൾക്കിടയിലൊക്കെ എനിക്ക് ദുഷ്പേര് വരും, ഞാനാണ് കുറ്റം ചെയ്ത ആളെന്ന് എല്ലാവരും മനസ്സിലാക്കൂലേ? 10,000-കണക്കിന് ആളുകളാണ് മരുഭൂമിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എത്ര മുഖറബീങ്ങൾ ഉണ്ട് ആ കൂട്ടത്തിൽ. തൗറാത്ത് കൊണ്ട് അത് പാരായണം ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത എത്ര ആളുകളുണ്ട്? 2 വക്ത് നിസ്കരിച്ചും രാത്രി നിസ്കാരം നിർവഹിച്ചും അള്ളാഹുവിലേക്ക് അടുത്ത എത്ര പേരുണ്ട്? സുഹൃതങ്ങൾ ചെയ്ത ഒരുപാട് ശ്രേഷ്ഠ ജനങ്ങളുണ്ട്. അവർക്കിടയിൽ ഇജാബത്തിന് തടസ്സം ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മുടെ കല്യാണപ്പറമ്പിൽ കല്യാണ സ്റ്റേജിൽ ഇജാബത്തിന് തടസ്സം ഈ വന്നിരിക്കുന്ന പുതുമാരനാണ്. ബാക്കിയുള്ളവരൊക്കെ ആള് ക്ലിയറാണ്. ഈ വന്നിരിക്കുന്ന ആൾ ഇപ്പൊ എങ്ങനെയാ വന്നത്? കബീറത്തിന്റെ കൊട്ടയിട്ടാ വന്നത്. ഒരു മഹാപാപം പേറിയിട്ടാ വന്നിരിക്കുന്നത്. അവിടെ അഞ്ഞ് 3 പ്രാവശ്യം ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. പിന്നെന്താ ബാക്കിയൊക്കെ പറയേണ്ടത് അവിടെ. നമ്മൾ നന്നായി ആലോചിക്കണം, ചാൻസ് എങ്ങനെ വരാനാണ്. മൂസാ നബി അലൈഹിസ്സലാം അനൗൺസ് ചെയ്തപ്പോ അയാളിങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഞാനാണല്ലോ ആ പറയുന്ന ആള്. അള്ളാഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, എന്റെ മറ നീ പൊളിക്കരുത് അല്ലാ. ഈ നിമിഷം
നിമിഷം നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇനി മേലാൽ ഞാൻ ചെയ്യുന്ന കുറ്റകൃത്യത്തിലേക്ക് ഞാൻ മുതിരുകയില്ല. എന്റെ തൗബ സ്വീകരിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുറെ നേരം നോക്കി നിന്നു. ആരും പോകുന്നത് കണ്ടില്ല. അള്ളാഹുവിന്റെ വഹയി വന്നു, ദുആ ചെയ്തോളൂ ഉത്തരം തരാം, ദുആ ചെയ്തോളൂ ഉത്തരം തരാം. മൂസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, ഉത്തരം കിട്ടി. നല്ല മഴ ലഭിച്ചു, നല്ല മഴ ലഭിച്ചു. അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ പോകാൻ പറഞ്ഞ ആള് പോകുന്നു, ഒന്നും കണ്ടില്ലല്ലോ, പിന്നെ നീ ദ്വാരക്കാൻ പറഞ്ഞല്ലോ. അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബിയെ നിങ്ങൾ അനൗൺസ്മെന്റ് നടത്തിയപ്പോ ആ വ്യക്തി എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി പശ്ചാത്താപ ബോധത്തോടെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രാജിയായി മേലാൽ ഒരു പാപവും ചെയ്യാത്തവനായി ജീവിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നു. ഞാനതങ്ങനെ സ്വീകരിച്ച് നിങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ അയാളെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഒരൊറ്റ ആളല്ലേ ഉള്ളൂ, അയാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? അയാള് കാരണമാണല്ലോ ഇപ്പൊ ദുആഇന്റെ ഇജാബത്തിന് ഈ സദസ്സ് സാക്ഷിയായത്. അയാളെ എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഇല്ല മൂസാ നബിയെ, അൻഹാകും അനിൻ നമീമതി വാനാ അകൂന നമ്മാമാ. നമീമത്ത് പറയരുത് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു നമീമത്ത് പറയുന്ന ആളാവുകയോ? അത് നടക്കില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ പറഞ്ഞു തരാൻ പറ്റൂല. നിങ്ങൾ എല്ലാവർക്കും ഇടയിൽ വെച്ച് ഒന്നുകൂടി ദുആ ചെയ്തോളൂ. ആ വ്യക്തി നിങ്ങളെ കൂട്ടത്തിലുണ്ട്. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് ഞാനൊന്ന് പറയട്ടെ, ഏറ്റവും അധികം മിത്തിവായി സ്വീകരിക്കേണ്ടത് പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന അന്നാണ്. നിങ്ങൾ തയ്യാറെടുക്കണം. ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ എന്റെ കാലടിപ്പാടുകൾ എടുത്തു വെക്കുകയാണ്. എന്റെ വിചാരങ്ങളൊക്കെ വികേന്ദ്രീകരിക്കാൻ ഹലാലായ മാർഗം അല്ലാഹു എനിക്ക് തരാൻ പോകുന്ന ദിവസമാണ്. ഇനി എന്റെ നോട്ടം തെറ്റരുത്, എന്റെ ആഗ്രഹം മറ്റൊരു പെണ്ണിലേക്ക് പോകരുത്, വേറൊരു പെണ്ണിന്റെ ശരീരത്തെ ഞാൻ ആഗ്രഹിക്കരുത്. സുഗമമായ ഒരു വഴി അല്ലാഹു എന്റെ ജീവിതത്തിൽ തരാൻ പോവുകയാണ്. ഈ സമയത്ത് എന്റെ ജീവിതം ഞാൻ നന്നാക്കാൻ ഒരുങ്ങുകയാണ്. ഉളു എടുത്ത് നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകുന്ന പുതിയ പിളയും അവിടെ ചെയ്തു കൊടുക്കാൻ വേണ്ടി വരുന്ന വലിയും രണ്ടുപേരും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാണ് ആ കൃത്യം ആരംഭിക്കേണ്ടത്. അതൊരു സുന്നത്താണ്. നിക്കാഹിനുള്ള 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് പുതിയ ആപ്പിള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. വലിയ ആകുന്ന അമ്മോശം കാക്കയും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. തീരുന്നുണ്ടോ? ഇല്ല. നീ ആ നിക്കാഹും അതുമായി ബന്ധപ്പെട്ട സർവ്വസംഗതികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബായിലായിട്ട് നീ പൂർത്തീകരിക്കണം. നീ പ്രപ്പോസ്ഡ് ചെയ്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരിക്കലും തൊട്ടുപോകരുതേ മോനെ. നിക്കാഹ് നടക്കുന്നതിന്റെ മുമ്പ് അവരെ ശരീരം തൊടൽ നിനക്ക് ഹറാമാണ്, വൻകുറ്റമാണ്. നിന്റെ കൂട്ടുകാർക്ക് അവരെ കാണാൻ പാടില്ല, അവരെ തൊടാൻ പാടില്ല. അവരെ കാണാനും അവരെ തൊടാനും വേണ്ടി ഒരു ഫംഗ്ഷൻ ഏർപ്പാട് ചെയ്യുന്നത് രക്ഷിതാക്കൾ നിർത്തലാക്കണം. ആ ഒരു മുഷിഞ്ഞ ഏർപ്പാട് നമ്മുടെ കുടുംബത്തിൽ വേണ്ട. എന്തിനാണത്? ആ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ അറിയാനോ? അതിന് സുന്നത്താ ഒരു രൂപം ഇസ്ലാം വെച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളാണ് പോയി വെക്കാൻ മതി. തൊടാനും സംസാരിക്കാനും പല്ല് 28 32 നോക്കാനൊക്കെ പറ്റും. അവര് പോയാൽ കുറച്ച് പെണ്ണുങ്ങൾ അങ്ങോട്ട് പറഞ്ഞേക്കും, അത് സുന്നത്താണ്. പുതിയാപ്പിള വന്നിട്ട് പറയാൻ, ഞാൻ ആകെ ഒരു മുഖവും ഒരു മുൻകൈയും കണ്ടുവന്നു, കഴുത്ത് വരെ ഞാൻ കണ്ടില്ല, മുടിയും കണ്ടില്ല. മുടിയൊക്കെ ഉണ്ടോന്നാവോ? ഞാൻ കുറച്ച് മുടി ഇങ്ങനെ ഫിറ്റാക്കിയത് അതൊന്നും അറിയില്ല. അതിനൊക്കെ സുഖമാണ് ഈ പെണ്ണുങ്ങൾ അങ്ങ് പോയാൽ. അവരിങ്ങനെ ഒരു ബാത്റൂം റൂമിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നു സംസാരിക്കാൻ വേണ്ടി. ആ നടത്തത്തിൽ കുഴപ്പമില്ല, ചിരിക്കുന്നുണ്ട്. ആ പല്ല് 28 32 ഒക്കെ ഉണ്ട്, ഒറ്റൊന്നും കൊഴിഞ്ഞിട്ടില്ല. നല്ല അൽക്കന്നെ സംസാരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്.
അപ്പൊ ഒന്ന് അവരെ കൂട്ടത്തിൽ നിന്ന് റാഹത്തായിരുന്നപ്പോ മുടിയൊക്കെ കണ്ടോ, നല്ല കാണാൻ നല്ല ചന്തമുള്ള മുടിയുണ്ട്. എല്ലാ സൗകര്യങ്ങളും വീക്ഷിക്കാൻ പറ്റുന്ന ഒരു സുന്നത്താണ് ഇസ്ലാമിലതുണ്ട്. നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നൊന്നുമില്ല. ആ പെണ്ണുങ്ങൾ നോക്കിയാൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ പെണ്ണുങ്ങൾക്ക് തിരിയും ഇത് നമ്മളെ ചെറുപ്പക്കാരന്, നമ്മളെ സഹോദരന് പറ്റിയ ആൾ തന്നെയാണ്. ശാരീരികമായിട്ടും സ്വാഭാവികമായിട്ടും സംസ്കാരപരമായിട്ടും ഒക്കെ മികവത്തൊരു പെൺകുട്ടിയാണ്. പിന്നെന്തിനാ അതിന്റെ ഇടയ്ക്ക് ഒരു പലതും കൈമാറുന്നൊരു ഏർപ്പാട്, മുമ്പൊന്നും ഇല്ലാത്തത്, അതിന് വലിയൊരു ചെലവ്. ഇപ്പൊ 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഹറാമിന്റെ ഏർപ്പാടിന് വേണ്ടി ചെലവഴിച്ചത് 15 ലക്ഷമാണ് അത്രേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ദ്വാരക്കല്ലാതെ വേറെന്താ മാർഗം? നമ്മളെ സമൂഹത്തിന്റെ അപജയമാണ്, ദുർഗതിയാ ഞാനീ പറയുന്നത്. പരീക്ഷണങ്ങൾ ഇത്ര വന്നാ മതിയോ നമുക്ക് സഹോദരങ്ങളെ? ഇത്തിബായ് എപ്പോഴാണോ വലിച്ചെറിയുന്നത് അതിനനുസരിച്ച് പരീക്ഷണങ്ങൾ ഏറി വരും. എത്ര കണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുധാവനം നമുക്കുണ്ട്, അത്ര കണ്ട് വിജയവും മോക്ഷവുമുണ്ട്. എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെയാണ്, മാറാൻ പാടില്ല. ഒരു ഇഞ്ച് മാറാതെ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമം നടത്തണം. മഹാന്മാരോടൊക്കെ ഇത്തിബായിന്റെ ഒരു കട്ടി നോക്ക് നിങ്ങൾ, കട്ടിയും കനവും നമുക്കുണ്ടാകും. അങ്ങനത്തെ ഒരു കട്ടിയും കനവും അവരൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ സുവർണാവസരം ഏറെ കിട്ടിയത്. ജീവിതത്തിൽ എല്ലാ രാത്രിയിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുന്ന വലിയൊരു മഹാനാണ് ഇമാമുന ശിബിലി റളിയല്ലാഹു തആല അൻഹു. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. സ്വപ്നത്തിൽ കാണുന്നത് ഭാഗ്യമാണോ? ഭാഗ്യം തന്നെയാണ്. മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫിൽ യഖ്ളാ മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ളാ മൻ റആനി ഫിൽ മനാമി ഫകഅന്നമാ ഖദ് റആനി. വ്യത്യസ്ത റിപ്പോർട്ടുകളിൽ വന്നൊരു ഹദീസാണത്. അതിൽ ഒരു റിപ്പോർട്ടിൽ എന്നെ ഉറക്കത്തിൽ കാണുന്നവൻ ഉണർവിൽ എന്നെ കാണാൻ കഴിയുന്നവനാണ്. ഭാഗ്യം അവന് ഇനിയും ബാക്കിയുണ്ട് എന്നർത്ഥം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ. അതിനേറ്റവും അധികം നമ്മിലുണ്ടാവേണ്ടത് ഇത്തിബാഅ്, കറകളഞ്ഞ അനുധാവനത്തിന്റെ ശൈലി വേണം. അവിടെയാണ് ഞാനൊരു ഉദാഹരണത്തിന് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നത്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും, ഫർള് നിസ്കാരത്തിന്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 5 വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയ ആയത്ത് 40-50 വർഷം ഓതിയ മഹാനാണ് ഇമാമുന ശിബിലി. എല്ലാ ഫർള് നിസ്കാരവും നിസ്കാരത്തിന്റെ ശേഷമുള്ള ഔറാദുകളൊക്കെ കഴിഞ്ഞ ശേഷം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ഞാൻ ആ ആയത്തിന്റെ അർത്ഥങ്ങൾ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. വിശദമായ 5 വിശേഷണങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ആ ഒരായത്തിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അതെല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മുത്തുനബി തങ്ങളെ ഓർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഓതുന്ന മഹാനാണ് ഇമാമുന ശിബിലി. ഒരു ഓത്ത് മാത്രമല്ല അവിടുത്തെ അനുധാവനം അങ്ങനെയാണ്. ജീവിതത്തിൽ ഒരൊറ്റ വുളു എടുക്കുമ്പോഴും മിസ്വാക്ക് ഒഴിഞ്ഞു പോകാത്ത മഹാനാണ് ഇമാമുന ശിബിലി റളിയല്ലാഹു അൻഹു. അത് പറയുമ്പോ നമ്മളൊക്കെ ഒന്ന് തല ശരിക്കും അല്ലേ? ഒരു മിസ്വാക്ക് കൊണ്ടെടുക്കാനാണ് അത്ര പണി. അറബികൾക്ക് അതിൽ നമ്മളെക്കാൾ അധികവും ഭാഗ്യമുണ്ട്. നിസ്കാരത്തിന്റെ സമയത്തും വുളുവിന്റെ സമയത്തും പള്ളിയിൽ പ്രവേശിക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും എല്ലാ സമയങ്ങളിലും മിസ്വാക്ക്. ഒരു അറബി ഒരു പള്ളിയിലേക്ക് കയറുമ്പോൾ എത്ര സമയം മിസ്വാക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഇങ്ങനെ നിന്ന് നോക്കിയാൽ കാണാം. ബിസ്മില്ലാ എന്നും പറഞ്ഞ് ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് അങ്ങനൊക്കെ പറയണ്ടേ? അല്ലാഹുമ്മ അഫ്തഹ് ലി മാത്രം മതിയോ?
എന്താ ഉസ്താമാരൊന്നും ഉണ്ടാത്ത? ഇത്ര മാത്രം മതിയോ? പോരാ. ബിസ്മിയും വേണം, സ്വലാത്തും വേണം, കൂടെ ദുആയും വേണം. ഒക്കെ കൂട്ടത്തിലുണ്ട്. ഇനി ഒക്കെ കൂടി ഇല്ലെങ്കിൽ ഒക്കെ കൂടാത്തും കൂടെ അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ. അത് ചെല്ലിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ, പള്ളിയിലേക്ക് അങ്ങോട്ട് വലത്തെ കാല് വെച്ച് കയറുമ്പോൾ മിസ്വാക്ക്. അങ്ങനെ മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെ അറിയോ? ഈ പെരിച്ചായനെ പുറപ്പെടുവിക്കും പോലെ നമ്മളെ മിസ്വാക്ക്. അതിന് 5 മിനിറ്റെങ്കിലും ഇങ്ങനെ നിലക്കിടന്ന് അങ്ങനൊന്നുമില്ല. മിസ്വാക്ക് എന്ന് പറഞ്ഞാൽ പല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരസുക, കഴിയുകയാണെങ്കിൽ നാവിലൊന്ന് ഉരസുക, അത്രയും മിസ്വാക്കുള്ളൂ. അതേ മിസ്വാക്കുള്ളൂ. അങ്ങനെ ഒരു കുത്തിർക്കണം. അതിനുള്ള ക്ലോസപ്പും ക്ലോസറ്റും ആയിട്ട് ഇങ്ങനെ വരമ്പിടണോ? ഒന്നും വേണ്ട. ഒരു വസ്തു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിച്ചാൽ മിസ്വാക്കായി. അങ്ങനെ അത് കീശയിലിട്ട് പിന്നെ നേരെ പള്ളിയിലെത്തി ഒന്ന് തഹിയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കാണ്. കീശ നിർത്ത്, ഒന്നുകൂടി തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ആ അറബി ഒരു ചെറിയ ദുആ നടത്താൻ പോവുകയാണ്. അപ്പോഴൊന്ന് മിസ്വാക്ക് ചെയ്തു. ആ ദുആ കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് സംസം കുടിക്കണം തോന്നുകയാണ്. അപ്പുറത്തന്നെ സംസം ഉണ്ട്. സംസം കുടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒന്നുകൂടി മിസ്വാക്ക് ചെയ്തു. സംസം കുടിച്ചു. സംസം കുടിച്ചു കഴിഞ്ഞിട്ട് മുസഫ് എടുക്കാൻ പോവുകയാണ്, കുറച്ചേരം ഓതാൻ. അപ്പോഴും മിസ്വാക്ക് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഒരു പള്ളിയിൽ കയറി ഇറങ്ങുമ്പോഴേക്ക് എത്ര മിസ്വാക്കാണ്, എത്ര ഇത്തിബാണ്, എത്ര പുണ്യമാണ് ലഭിച്ചത്. മിസ്വാക്ക് ചെയ്ത് നിസ്കരിക്കാനിരിക്കുന്ന അവരും നേരെ അപ്പുറത്ത് നിസ്കരിക്കാനിരിക്കുന്ന നമ്മളെ നിസ്കാരവും തമ്മിൽ 70% മാറ്റല്ലേ? മിസ്വാക്കോടുകൂടെയുള്ള 2 റക്അത്ത് മിസ്വാക്ക് ചെയ്യാത്ത 70 റക്അത്തിനേക്കാളും മെച്ചമാണ്, ശ്രേഷ്ഠതയുള്ളതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ എത്ര ഇത്തിബാ കിട്ടുന്നത്? തറാവീഹിന് ഒരാളെടുത്ത് നോക്കുമ്പോ ഈ 2 റക്അത്തിന്റെ തുടക്കത്തിലുണ്ട് മിസ്വാക്ക്. അപ്പൊ എത്ര ഇത്തിബായി? ഈ 2 റക്അത്തായിട്ടാണല്ലോ തറാവീ നിസ്കരിക്കുക. അപ്പൊ ഓരോ ഈ 2 റക്അത്തിന് കൈയെട്ടുമ്പോഴും അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നേ ആ മിസ്വാക്കും കീശയിലിട്ട് ഇനിയിപ്പോ അവിടെ ഒന്ന് വാസനിച്ച് അല്ലാതെ തന്നെ നമ്മളെ ശരീരത്ര വാസനിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ മാത്രമേ വാസനിക്കുള്ളൂ. വാസനിച്ചാലും കഴുകേണ്ടതല്ലേ ഈ ഡ്രസ്സൊക്കെ? നമ്മളെ ശരീരത്തിൽ എപ്പോഴും ഇങ്ങനെ സുഗന്ധം, ഇങ്ങനെ പിന്നെ അത്ര തേക്കാതെ തന്നെ സുഗന്ധം മുടക്കുന്ന ശരീരമൊന്നും അല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഇത്തിബാണ്. എപ്പോഴും അത്തർ വാങ്ങിയിട്ട് കയ്യിൽ ഇങ്ങനെ പരക്കെ തേക്കുന്ന മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഖാദിം. അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാ എപ്പോഴും ഇങ്ങനെ കയ്യിൽ അത്തർ തേക്കുന്നതെന്ന്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കണ്ടാൽ കൈവിടാതെ പിടിച്ചു മുത്തുന്ന ഒരാളുണ്ട്. എന്നെ കാണുമ്പോഴൊക്കെ അങ്ങനെയാണ്, എപ്പ കണ്ടാലും കൈവിടാതെ, എപ്പ കണ്ടാലും കൈവിടാതെ കൈ പിടിച്ചു മുത്തും. ഒരു പ്രാവശ്യം കണ്ട് പിന്നെ ഞാനൊന്നും ഇങ്ങോട്ട് തിരിച്ച് പിന്നെയും കണ്ട പിന്നെയും പിടിച്ചു മുത്തും. അങ്ങനെ ളുഹർ നിസ്കാരത്തിന് പോയി വന്നാൽ അപ്പോഴും മുത്തും, അസ്ർ നിസ്കാരം കഴിഞ്ഞ് വന്നാൽ അപ്പോഴും മുത്തും. അങ്ങനെ എപ്പ കണ്ടാലും എന്റെ അരുമ ശിഷ്യൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു എന്റെ കൈ വിടൂല. അപ്പൊ സാബിത്ത് റളിയല്ലാഹു അൻഹു എപ്പോഴും പിടിച്ചു മുത്തുന്ന കൈയാണ് എന്റെ കൈ. എന്റെ ശിഷ്യൻ പറയുന്നത്, എത്രയോ തവണ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ സ്പർശിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു കൈയല്ലേ. എത്രയാണ് ഈ കൈ മുത്താൻ എനിക്ക് വകുപ്പുണ്ടാകുക എന്ന് എനിക്കറിയില്ലല്ലോ. അതിനാണ് ഞാൻ ഇങ്ങനെ ആവർത്തിച്ച് കൈമുത്തുന്നത്. സഹോദരങ്ങളെ, നമുക്ക് കൈമുത്താൻ പറ്റിയ ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ എപ്പോഴും ഉണ്ട്. അത് നമ്മുടെ ബാപ്പയും ഉമ്മയുമാണ്. ഉസ്താദുമാരെ എപ്പോഴും കിട്ടിക്കോളണമെന്നില്ല. ഉപ്പാന്റെയും ഉമ്മാന്റെയും കൈമുത്തൽ സുന്നത്താണ്. ഉംറക്ക് പോകുമ്പോ അടുത്തയാള് പറഞ്ഞു, ഒക്കെ പറഞ്ഞ എല്ലാവരും പറഞ്ഞു, ആരാ വീട്ടിലുള്ളത്? ഉമ്മ ഉണ്ട്, എന്നാ ഉമ്മാന്റെ കൈ ഒന്ന് പിടിച്ച് മുത്തിക്കോളും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ കൈ പിടിച്ച് സലാം പറഞ്ഞു പോന്നാ പോരെ, മുത്തണോ? സംശയം. ബാപ്പാന്റെയും ഉമ്മാന്റെയും കൈമുത്തൽ സുന്നത്താണ്, ക്വാളിഫിക്കേഷൻ നോക്കിയല്ല. അതിന് കാരണം ബിൽ വിലാദ, നമുക്കവർ ജന്മം നൽകി എന്നുള്ളതാണ് അതിന്റെ മഹത്വമുള്ള കാരണം. ഒരു ഇൽമുമില്ലാന്ന് എഴുതിക്കോളി ബാപ്പാക്കും ഉമ്മാക്കും, എന്നാലും സുന്നത്തുണ്ട്, കൈ പിടിച്ച് മുത്തണം. ജോലിക്ക് പോകുന്ന ഒരാൾ രാവിലെ വാങ്ങുന്ന ഒരു ബറക്കത്തിന്റെ ഭംഗിയാണത്. നല്ല സ്നേഹമുള്ള ഒരു ചുംബനം, ഉമ്മാന്റെ കൈ പിടിച്ച് നീ ഒന്ന് മുത്തിക്കോ, അത് നിനക്കൊരു ബറക്കത്താണ്, നല്ലതാണ്. യാത്ര പറഞ്ഞു പോകുമ്പോ ഏതായാലും അത് സുന്നത്താണ്, ബാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മുത്തൽ. നിക്കാഹിനിറങ്ങുന്ന ആള്
പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന ആള് സ്വീകരിക്കേണ്ട സുന്നത്തുകളെ കൂട്ടത്തിൽ ഒരു സുന്നത്തും കൂടിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പറഞ്ഞപ്പോൾ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വിഷയമാണ് നമ്മൾ പറഞ്ഞെത്തിയത്. വുളു എടുക്കാൻ വേണ്ടി വന്നിട്ട് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു അരയിൽ ഇങ്ങനെ തപ്പുന്നു. മിസ്വാക്ക് കാണുന്നില്ല. പടച്ചോനെ, മിസ്വാക്കില്ലാത്തൊരു വുളുവോ? ജമാഅത്തിന് ആൾക്കാർ കാത്തിരിക്കുകയാണ്. നമ്മളെ നാട്ടിൽ എന്തായിരിക്കും അടുത്ത മീറ്റിംഗിലെ തീരുമാനം? ഞാനിപ്പോ അത് പറയുന്നില്ല, പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്, പറയാൻ നേരമില്ല. അതൊക്കെ കൂടി പറയാൻ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു കാത്ത് അകത്തെ പള്ളിയിലും പുറം പള്ളിയിലും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് കാത്തിരിക്കുന്ന വലിയൊരു സമൂഹം. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു മിസ്വാക്ക് തപ്പിത്തെരയുന്നു. മിസ്വാക്ക് കാണുന്നില്ലല്ലോ പടച്ചോനെ. മിസ്വാക്ക് എവിടെ പോയി? എവിടെ വീണുപോയി? ഒരാൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് പറയുന്നു, ഉസ്താദേ, നിങ്ങളെ കാത്തിരിക്കുന്നു ജനങ്ങൾ, എന്താ വുളു എടുത്ത് തീരാത്തത്? ശിബിലി ഇമാം തങ്ങൾ പറയുന്നു, മിസ്വാക്കില്ലാത്ത ഒരു വുളുവോ? എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ വുളു ചെയ്തത് മിസ്വാക്കോടുകൂടെയാണ്. കൂട്ടുകാരെ, ഞാനൊന്ന് പറയട്ടെ, കിടക്കുന്ന നേരത്തൊരു വുളു എടുക്കൽ സുന്നത്താണ്. കാമിലായ വുളു എടുക്കണം. ഒരൊറ്റ ദിവസവും കാമിലായ വുളു എടുക്കാതെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിയിട്ടില്ല. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, മിസ്വാക്ക് ചെയ്ത് മാത്രം കിടക്കാൻ പോകരുത്. മിസ്വാക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു വുളു എടുക്കണം. മിസ്വാക്ക് ചെയ്യുമ്പോ വുളുവിന്റെ മിസ്വാക്ക് വരണം. മിസ്വാക്ക് എന്ന സുന്നത്ത് ആദ്യം നിർവഹിച്ചുകൊണ്ട് പിന്നെ അഊദും ചൊല്ലി വുളു എടുക്കലല്ല. മിസ്വാക്ക് എപ്പോഴാ നിർവഹിക്കേണ്ടത്? ആദ്യം നീ നിർവഹിക്കേണ്ടത് അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് നിന്റെ ദിക്റും ചൊല്ലിയിട്ട് മുൻകൈ കഴുകണം. മുൻകൈ കഴുകിയ ശേഷം പിന്നെ മുൻകൈ കഴുകിയ ശേഷമാണ് മിസ്വാക്ക്. മിസ്വാക്ക് ചെയ്ത ശേഷം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലുമാണ്. മിസ്വാക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആദ്യം ചെയ്തിട്ട് പിന്നെ എല്ലാം മുൻകൈ കഴുകേണ്ടത്. അപ്പൊ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കേ നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. വുളുവിന്റെ മിസ്വാക്കും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കും രണ്ടും ഒരു കർമ്മം കൊണ്ട് ലഭിക്കാൻ അഊദും ബിസ്മിയും ചൊല്ലി സുന്നത്തും കരുതിയിട്ട് വുളുയിലേക്ക് പ്രവേശിച്ച ശേഷം പിന്നെ മിസ്വാക്ക് ചെയ്യുക. ആ മിസ്വാക്കിന് രണ്ട് നിയ്യത്തും ഒരുമിച്ച് കരുതുക. വുളുവിന്റെ മിസ്വാക്കും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ മിസ്വാക്കുമാണ് നിർവഹിക്കുന്നത്. എന്നാൽ വുളുവിന്റെ മിസ്വാക്കും കൂടെ കിട്ടി. അതേ സമയത്ത് ആദ്യം മിസ്വാക്ക് ചെയ്തിട്ട് മുൻകൈ ചെയ്തിട്ട് നിങ്ങൾ വുളു എടുക്കുമ്പോ വുളുവിന്റെ മിസ്വാക്ക് അതിലില്ല. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റൊരു സുന്നത്ത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാ ചെയ്യേണ്ടത്. ആദ്യം മൂത്രയ്ക്കാൻ പോയി പിന്നീട് വന്നിട്ട് മിസ്വാക്കൊക്കെ ചെയ്തിട്ട് മിസ്വാക്ക് ഒരു ഭാഗത്ത് അങ്ങനല്ല നിർവഹിക്കേണ്ടത്. പുതിയതായിട്ടുണ്ടായ മസല ഒന്നല്ല, മസല പഴയ തന്നെയാണ്. നമുക്ക് പുതിയതായി തോന്നുന്നത് നമ്മൾ ചെയ്യാത്തോണ്ടായിരിക്കും. നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് മിസ്വാക്കും കിട്ടി. ശിബിലി ഇമാമിന്റെ ബേജാറ് മിസ്വാക്കില്ലാത്തൊരു വുളുവോ? മഹാനവറുകൾ കീശയിൽ നിന്ന് കുറച്ച് ദിർഹം എടുത്തൊരാളെ കയ്യിലെടുക്കുന്ന ഒരു മിസ്വാക്ക് വാങ്ങിയിട്ട് വാങ്ങി. അപ്പൊ നേരത്തെ വന്ന ആള് പറഞ്ഞു, ഉസ്താദെ, ആ മിസ്വാക്ക് വീട്ടിലുണ്ടെങ്കിൽ മിസ്വാക്കിന്റെ എണ്ണം കൂടിയില്ലേ? നമുക്കതല്ലേ പേടി. മിസ്വാക്കിന്റെ എണ്ണം കൊടുത്ത് ഇവിടെ സുന്നത്ത് നിലനിർത്തുന്നതല്ലേ വിഷയം. മിസ്വാക്കിന്റെ എണ്ണം കൂടുന്ന ആ വിഷയം. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൊടുക്കുന്ന ദുനിയാവിന്റെ ഈ നാണയത്തുട്ടിനേക്കാളും വിലയുണ്ട് എന്റെ ഹബീബിന്റെ സുന്നത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മിസ്വാക്ക് വാങ്ങിക്കൊണ്ടുവന്ന ശേഷം മിസ്വാക്കോടുകൂടെയുള്ള വുളു എടുത്തിട്ടാണ് ജമാഅത്തിന് നേതൃത്വം നൽകാൻ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പോകുന്നത്. എന്തൊരു ഇത്തിബാ നിലനിർത്തിയിട്ട് മോഡലുകളെ തള്ളിക്കളയൂ. പാശ്ചാത്യൻ സംസ്കാരങ്ങളെ പിഴുതുമാറ്റൂ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോഴാണ് നമ്മുടെ ജീവിതം യഥാർത്ഥ മുഅ്മിനിന്റെ ജീവിതമാകുന്നത്. ഒരു സൽക്കാരം നിങ്ങൾ സംഘടിപ്പിക്കുമ്പോ നല്ലതാണ്, നബിതങ്ങളെ സുന്നത്താണ് ളിയാഫത്ത്. ളിയാഫത്തിന്റെ ആദാബൊക്കെ പാലിക്കണം. ആതിഥേയൻ ഏറ്റവും നല്ല ആതിഥ്യ മര്യാദ സ്വീകരിക്കണം. അത് മുഴുവനും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകർന്നു തന്നിട്ടുണ്ട്. കല്യാണപ്പുരയിൽ ഇരിക്കുന്ന ആളുകളോട് കല്യാണം കഴിച്ച് പുതുമണവാട്ടി വീട്ടിലേക്ക് വന്ന ദിവസം ആ പുതുമണവാട്ടിക്കും അവിടത്തെയുള്ള പുതുമാരനും ഉറക്കിനും സ്വസ്ഥമായ രീതിയിൽ വിശ്രമിക്കുന്നതിനും
തകരാറാകുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കുശലം പറഞ്ഞിട്ടോ ആരും പന്തലിലും പുറത്തും ഇരിക്കരുത്. അവര് പോയിക്കൊള്ളണം. ടൈം ആയാലും അവിടുന്ന് വേഗം സലാമത്താകണം. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കരുത്. രാത്രി എന്താണ്, പാതിരാക്ക് എന്താണ്, ആ കിടക്കുന്ന ആ പുതുമണവാട്ടിയെയും മറ്റുമൊക്കെ ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ഓരോ അപഹാസ്യങ്ങളില്ലേ, സഹിക്കൂല സഹോദരങ്ങളെ, സുന്നത്തിനെതിരാണ്. കല്യാണം കഴിച്ചിട്ട് സദ്യ കൂട്ടിയിട്ട് പന്തലിൽ പിന്നെയും ഇരിക്കുന്ന ആളുകളോടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് അവരെ ഉണർത്തിയത്. ഫൈദാ തുഇംതും ഫന്തശിറു വലാ മുസ്തഅനിസീന ലിഹദീസ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തടി സലാമത്താക്കിയോളണം, പിന്നെ അവിടെ ഇരുന്നിട്ട് സൊറ പറയരുത്, പിന്നെ വേഗം പോകണം. നബിതങ്ങൾക്ക് ഇത് പറയാൻ മടി ഉണ്ടാകും. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്. സത്യം തുറന്നു പറയാൻ അല്ലാഹു തആലാക്ക് ഒരു ഹയാവുമില്ല. അതുകൊണ്ട് ഇത് സ്വീകരിച്ച് വേഗം അവിടുന്ന് പോയിക്കൊള്ളണം. ഇപ്പൊ പുതിയാപ്പിള റൂമൊക്കെ കയറിയോ നോക്കുകയാണ് ചില ആളുകൾ എന്തൊക്കെ പൊട്ടിക്കാൻ. അത് വളരെ ദുഷിച്ച ഏർപ്പാടാണ്. മുസ്ലിമിന് യോജിച്ച സംസ്കാരമല്ല അത്. അത് വേറെ ഏതോ ജാതിക്ക് പറ്റിയതാണ്, നമുക്കത് പറ്റൂല. മറ്റൊരാരും ചെയ്യണമില്ലത്. നമ്മളല്ലേ ഈ ഇടങ്ങേറുടിച്ച സംഗതിക്കുള്ളത്, ഉറക്കം കെടുത്തുന്ന രൂപത്തിൽ. അതിന് ഇവനൊരു പക്ഷെ അതൊരു അദാബായിട്ട് വരും. കാരണം ഇപ്പം മറ്റാൾക്കാരിൽ പൊട്ടിക്കമ്പം പോയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഇവിടെ പൊട്ടിക്കുന്നത്, അല്ല വരൂലല്ലോ. ഏതെങ്കിലും ഉസ്താദ്മാരെ കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ പൊട്ടിക്കുന്നത് നമ്മൾ കേട്ടില്ലല്ലോ. അങ്ങനെ ഉസ്താദ്മാർക്കല്ലല്ലോ പണി, വേറെ എവിടെ പൊട്ടിക്കാൻ പോണ പണിയാ. ഈ പുതിയാപ്പിള കുറെ ആൾക്ക് പൊട്ടിച്ചിട്ടുണ്ടാവും, പിന്നെ ഓരോ പൊട്ടിക്കാതിരുന്നാൽ മറ്റവർക്ക് ഉറക്കം വരൂല. അതുകൊണ്ടാണ് അവർ വരുന്നത്. പിന്നെ ആദ്യം പോകരുത്, അതൊരു ഇടങ്ങേറ് പിടിച്ച സംഗതിയാണ്. കല്യാണ ഭക്ഷണം കഴിച്ചിരിക്കുന്നിടത്ത് സംസാരിച്ചിരിക്കുമ്പോൾ വരെ അല്ലാഹു തആല ആയത്തിറക്കി അങ്ങനെ ഇരിക്കരുത്, നിങ്ങൾ പോകണം. ഏതാണ് ഈ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്? കല്യാണ സദ്യ നബിതങ്ങൾ കൊടുത്തിട്ട് പിന്നെ അവിടെ ഇരിക്കാണ് കുറെ സ്വഹാബിമാര്. ഒരു വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹദീസ് പറയാനിരിക്കാണ്. വേണ്ട. പോണം, അവിടുന്ന് പോയിക്കൊള്ളണം. പുതിയ എണ്ണിനെ കാണാൻ എല്ലാരും വരാൻ പാടില്ല. പുതിയ എണ്ണിനെ കാണാൻ പറ്റുന്ന ആൾക്കാരെ വരാവൂ. പുതിയ എണ്ണ് വന്നിട്ടുണ്ട്, നാലക്കക്കാരൊക്കെ നോക്കുകയാണ്, എങ്ങനെയുണ്ട് പെണ്ണൊന്ന് നോക്കട്ടെ, പെണ്ണ് ഇപ്പൊ വന്ന് കയറിയതല്ലേ, പെണ്ണിനെ നോക്കട്ടെ, പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അടുത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാർ പിന്നെ അവിടെ ഇങ്ങനെ തങ്ങുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. എന്തെങ്കിലും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോട് പോയി ചോദിച്ചു വാങ്ങാനുണ്ടെങ്കിൽ വിരിയുടെ ഇപ്പുറത്തുനിന്ന് ചോദിച്ചുകൊണ്ട് കാര്യം സാധിച്ചിട്ട് വിരിഞ്ഞു പോയിക്കോളണം, അവിടെ അങ്ങനെ നിൽക്കരുത്. അതെന്നെ നമുക്കുള്ള നിർദ്ദേശം. കാണാൻ പറ്റുന്നവർ മാത്രം പോയി കാണണം. ആതിഥ്യ മര്യാദ സ്വീകരിക്കുന്നിടത്ത് വന്ന ആളുകളോട് വലിയ ബഹുമാനം കൊടുക്കണം. ആ വന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം വേണം, കൈ കഴുകാനുള്ള സൗകര്യം വേണം. മുന്നിലേക്ക് ആതിഥേയൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണം. ഒരിക്കലും ചെമ്പിന്റെ ഭാഗത്തേക്ക് ആരോ മാർക്കിന്റെ ബോർഡും വെച്ച് ഏതെങ്കിലും പറമ്പിൽ പോയി തെങ്ങിലേക്കും കൗങ്ങിലേക്കും ചാരി നിന്നുകൊണ്ട് എരപ്പൻ രീതിയിൽ ഭക്ഷണം വിളമ്പി തിന്നുന്ന ഏർപ്പാട് ഇസ്ലാമിന്റെ സംസ്കാരമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ച മര്യാദ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രീതിയാണ്. ഹൽ അതാക ഹദീസു ളൈഫി ഇബ്രാഹിം അൽ മുക്രമീൻ ഇദ് ദഖലൂ അലൈഹി ഫഖാലൂ സലാമാ ഖാല സലാമുൻ ഖൗമുൻ മുൻകറൂൻ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിജിലിൻ സമീൻ ഫഖറബഹു ഇലൈഹിം ഖാല അലാ തഅകുലൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിച്ചത്. ലോകത്തെ ഏറ്റവും നല്ല ബഹുമാനമുള്ള അതിഥികളാണ് ആ വീട്ടിലേക്ക് വന്നത്. 2 ആളാണെന്നും 6 ആളാണെന്നും 12 ആളാണെന്നും അഭിപ്രായമുണ്ട്. വന്നവർ മനുഷ്യരൂപത്തിലാണ് വന്നത്. ആളെ കണ്ട് പരിചയമില്ലാത്തത് കൊണ്ട് സലാം പറഞ്ഞു മടക്കിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖൗമുൻ മുൻകറൂൻ, പരിചയമില്ലാത്ത ടീമാണല്ലോ, ഇരിക്കീന്ന് പറഞ്ഞു. ഇരിക്കീന്ന് പറഞ്ഞ ഉടനെ സംസാരിപ്പിച്ചുകൊണ്ടവരെ നേരം കളഞ്ഞില്ല. ഫറാഗ ഇലാ അഹ്ലിഹി, വന്ന ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കൊടുത്തവരെ സലാമത്താക്കണം. പെട്ടെന്ന് സാറ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭക്ഷണം റെഡിയാക്കണം. ഫജാഅ ബിജിലിൻ സമീൻ,
കഴിവനുസരിച്ച് മുന്തിയത് കൊടുക്കുന്നതിന് തകരാറൊന്നുമില്ല. കല്യാണം നടത്തിയിട്ട് പിന്നെ കടം വീടാൻ വേണ്ടി ദ്വാരക്കാൻ പറയരുത്. പാകത്തിനുള്ളത് മതി, പാകത്തിനുള്ളത് നടത്തിയാൽ മതി. അവനവന്റെ കഴിവിനനുസരിച്ച് നല്ല തടിച്ച ഒരു കാളക്കുട്ടിയെ നല്ലോണം ചുട്ടെടുത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു കൊടുത്തത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പാത്രത്തിൽ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരാണ് ഒന്നായിട്ട്. അത് ശരി, ഇത് മഷ്വിയും മസുലിയൊന്നും ഇന്നലെ വന്നോന്നല്ല, അത് നേരത്തെ ഉണ്ട്. അത് വിചാരിച്ചു നിങ്ങൾ ഗൾഫിൽ നിന്ന് ഇപ്പൊ അടുത്താരോന്ന് അവിടെ പണിയില്ലാത്തവരൊന്ന് തുടങ്ങിയതാണ്. അല്ല, നേരത്തെ ഉണ്ട് ഈ ചുട്ടുകൊണ്ടിരുന്ന പൊരിച്ചുകൊണ്ടിരുന്ന ഒക്കെ. നമ്മൾ പേരിപ്പോ കേൾക്കുന്നതേ ഉള്ളൂ, പുതിയ പേരൊക്കെ പുതിയ തന്നെ, സംഗതി നേരത്തെ ഉണ്ട്. ഒരു കാളക്കുട്ടിയുടെ ഒരു പീസല്ല, ഒന്നാകെ അതിന്റെ ആ അകത്തുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ഫ്രഷ് ആക്കി അതിനങ്ങോട്ട് ചുട്ടെടുത്തു. ചുട്ടീന പൊരിച്ചീന വില ഞങ്ങൾ ഏതും കഴിച്ചിട്ടില്ലേ? എന്നാ നാളെ പോയി കഴിച്ചു. ചുട്ടീനല്ലേ വില? ആ, ചുട്ടീനാ വില, അങ്ങനെയാ തോന്നുന്നു. അപ്പൊ ആ ചുട്ടത് അങ്ങനെ മുന്തിയ ഭക്ഷണം കൊടുക്കണം, കഴിവനുസരിച്ചിട്ടാ. സാധാ കല്യാണം കഴിഞ്ഞോട് കടക്കാരൻ ഞങ്ങൾ ദ്വാരക്കെന്ന് പറയാൻ നിൽക്കരുതേ, കഴിവനുസരിച്ച്. നിങ്ങളെ കൊണ്ട് എന്താണ് കൊടുക്കാൻ കഴിയുന്നത് അത്രയും കഴിവനുസരിച്ച്. അതുകൊണ്ടാണ് എല്ലാവരുടെ വലീമത്ത് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒട്ടകങ്ങൾ അറുത്തിട്ടില്ല. നമുക്ക് മാതൃകയാണത്. ഇത് എങ്ങനെ അറുക്കാതിരുന്നത്? ആരെങ്കിലും ഒട്ടകം കൊടുക്കാൻ പറ്റുന്നവരില്ലാത്തതുകൊണ്ട് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കഴിവനുസരിച്ച് ഓരോരുത്തരും ചെയ്യണമെന്നതിനാണ്. തങ്ങള് കൊടുത്ത വലീമത്തിൽ ഹുബസും സൈത്തും അതുണ്ട്, റൊട്ടിയും സൈത്തെണ്ണയും വലീമത്താണ്. ഇതിനങ്ങനെ പറഞ്ഞത് ഒരാളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നത് വെറുംചോറും കുമ്പളങ്ങക്കറിയാണെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. അത് ശരി, അതിനാണത് പഠിപ്പിക്കുന്നത്. അല്ലാതെ അത് വായിച്ചു തള്ളാളല്ല. കഴിവനുസരിച്ചാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. 9 ഭാര്യമാരുടെ വലീമത്തിലും ഒട്ടകത്തെ അറുത്തിട്ട് ഇറച്ചിയും മാംസം കൊടുത്തിട്ട് ദമ്മായി കൊടുത്തതല്ല, പാകത്തിന്. എല്ലാവരെയും വിളിച്ചിട്ട് അവിടെയുള്ള സ്വഹാബത്തിനെ മൊത്തം വിളിച്ചിട്ട് ഒരു വലിയ ഭക്ഷണം ജോറാക്കി ബഹുജോറാക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയും വേണ്ട. നമ്മൾ ചിലപ്പോഴൊക്കെ കല്യാണത്തിന്റെ ആൾക്കാർ കേൾക്കുമ്പോൾ ഇന്നാലില്ലാഹി ഇല്ലാലില്ലാഹി ചിലപ്പോൾ ചില മുസീബത്തോ കേട്ടാൽ ചെല്ലാൻ തോന്നൂലേ? എത്ര ഉണ്ട് കല്യാണത്തിന് ആൾക്കാർ? കല്യാണത്തിന് കുറച്ചാളുള്ളൂ, 10,000 ആള്. ഇന്നാലില്ലാഹി ഇല്ലാ ജീവിതത്തിൽ സമ്മേളനത്തിനാ. പാകത്തിന് വിളിച്ചാൽ മതി. ബന്ധുക്കളി മറ്റൊക്കെ പാകപ്പെട്ട ആൾക്കാരെ, കുടുംബക്കാരെ, അയൽക്കാരെ, അടുത്തും കുറച്ചൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഇല്ലാത്ത ബാപ്പാനി ഉമ്മാനി കുടുംബക്കാരെ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് ഒരു പാകത്തിന് മതി. പാകപ്പെടുത്തിയ സൽക്കാരം. മദീന പള്ളിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളല്ലേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ ഒരു മഞ്ഞ കളർ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ഒരു മഞ്ഞ കളർ? ഒരു മഞ്ഞ ഒന്നുമില്ലാത്തൊരു മഞ്ഞ എന്താ? ഈ പഴയ കാലത്ത് തന്നെ അത്തറിനൊക്കെ കുറച്ച് കളർ ഉണ്ടാവുമല്ലോ. അന്നൊക്കെ അത്തർ ഇങ്ങനെ പിടിക്കൊല്ലേ നോക്കിയിട്ട് ഉസ്താമാരൊക്കെ തേക്കുള്ളൂ, കാരണം ആ കളർ കുറെ ദിവസം ഉണ്ടാവും. അതുകൊണ്ട് അപ്പൊ മഞ്ഞ കളർ നബി അത്തർ പുരട്ടിയതാണ്. അപ്പൊ തങ്ങൾ ചോദിച്ചു, തസവ്വജത? ആ, കല്യാണം കഴിച്ചു നബി. കല്യാണം കഴിച്ചോ? ആരോടാ ചോദിക്കുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിനോട്. കല്യാണം കഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് തങ്ങൾ ഈ വിഷയം അറിയുന്നത്. ആലോചിച്ച് നോക്ക് നിങ്ങള്. നമ്മളുടെ ഇടയിൽ എത്രാമത്തെ ഒരു വിഷയമാണത്? ഒരു കല്യാണം ഉണ്ടാക്കിയിട്ട് നമ്മളെ വിളിച്ചാൽ നടത്തില്ലേ? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അശറത്തുൽ മുബശ്ശറയിൽ ഒരു മഹാനാണ്. ആ മഹാനുഭാവന്റെ കല്യാണം കഴിഞ്ഞിട്ട് അത്തർ തേച്ചിട്ട് അതിന്റെ കളർ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതാണ്. ഒരു റിപ്പോർട്ടിൽ അങ്ങനെ, വേറെ റിപ്പോർട്ടിൽ പോകാൻ തിരക്കൂട്ടിയപ്പോ എന്താന്ന് പോകാൻ തിരക്ക്? നബി അത് കല്യാണം കഴിഞ്ഞ് അടുത്ത ടൈമാണ്. ആ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു. തങ്ങൾ ചോദിച്ചു, തസവ്വജത ബിക്റൻ അം സയ്യിബൻ? വിഷയങ്ങളൊക്കെ ചോദിച്ചു. എത്ര അടുത്ത സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ തിരക്ക് കൂട്ടിയപ്പോ തങ്ങൾ ചോദിച്ചു, കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. ബിക്ര ആണോ സയ്യിബാണോ കിട്ടിയത്? നേരത്തെ ആരും വിവാഹം ചെയ്യാത്ത ഒരു നല്ലൊരു പുതുനാരിയാണോ, അല്ല വിവാഹം ചെയ്ത ഒരു വിധവയാണോ കല്യാണം കഴിച്ചത്? തസവ്വജതു സയ്യിബ. ഞാനൊരു സയ്യിബിനെ നബിയെ കല്യാണം കഴിച്ചത്, ഒരു വിധവയായ സ്ത്രീയെ. അപ്പൊ തങ്ങൾ വീണ്ടും ചോദിച്ചു, കല്യാണം കഴിച്ചു പറഞ്ഞപ്പോ പിന്നെ ഒന്നും സംസാരിക്കാതെ തായോട്ടൊക്കെ പിണങ്ങിയെന്നല്ല, വീണ്ടും വിഷയങ്ങൾ ചോദിക്കാണ്. അല്ലാ ബിക്റൻ തുലാഇബുഹാ വ തുലാഇബു. നല്ല ഒരു കന്യക പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചുകൂടായിരുന്നില്ലേ? ജീവിതത്തിന്റെ നല്ല രസങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിക്കാൻ നിങ്ങൾക്കും അവർക്കും അതിലൂടെ സാധിക്കുമായിരുന്നില്ലേ? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഉപ്പ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായപ്പോ എനിക്ക് ഉപ്പ ബാക്കി തന്നത് 9 പെങ്ങന്മാരെയാണ്. അവരൊക്കെ ചെറിയ ചെറിയ പ്രായമുള്ളവരാണ്.
അവർക്കിടയിലേക്ക് ഒരു നല്ല ഒരു ബിക്റിനെ ഞാൻ കൊണ്ടുവന്നാൽ അതവർക്കൊരു കളിക്കൂട്ടുകാരിയായിട്ടേ മാറൂ. നല്ല ഒരു സയ്യിബിനെ ഞാൻ കൊണ്ടുവന്നത് അവരെ നിയന്ത്രിക്കാനും നോക്കാനും കൂടിയാകുന്നൊരു പെണ്ണാകട്ടെ എന്ന് കരുതിയിട്ടാണ്. വിഷയം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക, നിങ്ങളെ കുടുംബത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. വല്ല വലീമത്തും നൽകിയോ? അതൊരു സുന്നത്താണ്. ചോദിക്കുന്നു, തങ്ങൾ വലീമത്ത് വല്ലതും കൊടുത്തോ, സദ്യ ഉണ്ടാക്കിയോ എന്നാ ചോദിക്കുന്നത്. ഇല്ലാന്ന് പറഞ്ഞപ്പോ തങ്ങളുടെ മറുപടി ഔലിം വലോബിഷാത്തിൻ, ഒരാടിനെ അറുത്തിട്ടെങ്കിലും സദ്യ കൊടുക്കണം. വിഷയത്തിന്റെ ലാളിത്യം മനസ്സിലാക്കണം. ഒരാടിനെ അറുത്താൽ എത്ര പേർക്ക് ഭക്ഷണം കഴിക്കാനുണ്ട്? ഒരൊട്ടകത്തെ അറുത്താല് നല്ലോണം ഭക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ 100 ആള് ഭക്ഷിക്കും, അല്ലെങ്കിൽ 200-250 ആൾക്കത് വിളമ്പാൻ തികയും. അതേ സമയത്ത് ഒരു ആടിനെ അറുത്താൽ അത്രത്തോന ആള് വരില്ലല്ലോ. ബന്ധപ്പെട്ട കുറച്ചാളുകളെ വിളിച്ചിട്ടൊരു സദ്യ ഒരുക്കണം എന്നാണ് തങ്ങൾ പഠിപ്പിച്ചത്. നമുക്കും അതൊരു മാതൃകയാണ്. നാട്ടുകാരെ മൊത്തം അറിയിക്കുന്ന ഒരു കല്യാണമാകണം. എന്റെ കല്യാണം എന്ത് ചിന്തിച്ചിട്ട് പടച്ചോന്റെ അടുത്തൊന്നും കിട്ടൂല. നാട്ടുകാര് മൊത്തം പറയണം എന്റെ കല്യാണത്തെ പറ്റി. ഈ നാടിന്റെ ഒരു ചരിത്രം നിർമ്മിക്കുകയാണെങ്കിൽ അതിലൊരു ചരിത്രം എന്റെ കല്യാണമാകണം എന്നൊന്നും ആരും കരുതി പോകരുത്. അതൊരു മോശമാണ്. ഇരിക്കട്ടെ, അതിഥികളെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി വെച്ചു കൊടുത്തു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന് മാറി നിന്നു. അതിഥികളെ മുഖം നോക്കാതെ സ്വീകരിച്ചു. സലാം പറഞ്ഞു, മറ്റൊരു അദബാണ്. ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു, വേറൊരു അദബാണ്. പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കി, വേറൊരു അദബാണ്. മുന്തിയൊരു ഭക്ഷണം അവരെ മുന്നിലേക്ക് കയ്യിൽ വെച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. നമുക്കൊരു പാത്രം കൊണ്ടുപോയി വെക്കാൻ മടിയാണോ? ഒരു കസേര വെച്ചു കൊടുക്കാൻ മടിയാണോ? ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ തിരുത്തുന്നതിന് ഏറെ ചെലവ് കൊടുത്ത് പണിയെടുക്കുന്ന പാശ്ചാത്യന്മാരുടെ പണി നമ്മൾ സ്വീകരിച്ചുകൂടാ. സമയം പരിമിതമാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ദയവ് ചെയ്ത് സഹോദരിമാരെ, മാർക്കറ്റിൽ ചെന്നിട്ട് പുതിയ തരം ഉടുപ്പുകളെ നോക്കിയിട്ട് കല്യാണപ്രായമെത്തിയ പെൺകുട്ടികളുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിക്ക് വസ്ത്രം വാങ്ങി ധരിപ്പിച്ച് നമ്മൾ നടത്തിക്കളഞ്ഞാൽ നാളെ പിറ്റേന്ന് ഏതെങ്കിലും പൂവാലന്മാരോ കടുകന്മാരോ നിങ്ങളെ പെണ്ണിന്റെ ശരീരത്തിന്റെ ഒരു സാധാരണ ഭംഗിയിൽ ആകൃഷ്ടരായി വല്ല പരിക്കുമേൽപ്പിച്ചാൽ കുറ്റം പറയാനുള്ളത് നിങ്ങളെ തന്നെയാണ്. പരിക്കേൽപ്പിച്ചവനെ പറയണ്ട. എന്തിനാ ശരീരത്തിന്റെ ഭാഗങ്ങൾ അങ്ങനെ വെളിവാക്കിയിട്ട് നല്ലോണം നടക്കേണ്ട പെൺകുട്ടിയുടെ ശരീരം മറക്കേണ്ട സ്ഥലങ്ങളൊന്നും മറക്കാതെ പാതിഭാഗങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് പ്രദർശിപ്പിച്ചിട്ട് ഈ പുതിയ പാശ്ചാത്യൻ ശൈലി നമ്മൾ അനുകരിച്ചത് എന്തിനാ? മുടിയില്ലാത്ത, മുടി കുറച്ച് കൊഴിഞ്ഞുപോയ, കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞൊരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഭർത്താവ് തിരിച്ചു പോയിട്ട് വീട്ടുകാരിയായ സ്വഹാബി വനിതയോട് നിങ്ങളെ കുട്ടിക്ക് കുറച്ച് മുടി വെച്ചു കൊടുക്കണമെന്ന് സ്വന്തം മരുമകൻ നിർദ്ദേശിച്ചു പോയപ്പോ ആ കുട്ടിയെയും പിടിച്ചു ഉമ്മ ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇബ്നു മസ്ഊദ് തങ്ങളെ, ഇതെന്റെ മോളാണ്, ഈ അടുത്ത് കല്യാണം കഴിച്ച പെൺകുട്ടിയാണ്. എന്താണ് ഈ കുട്ടിക്ക് പ്രശ്നം? ഈ കുട്ടിക്ക് മുടി കുറച്ച് കുറവാണ്. ഭർത്താവ് കുറച്ചുകൂടി മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരെ ജീവിതം സുഗമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാന് ഭംഗിക്ക് ആവശ്യമായി കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അത് പാടില്ലല്ലോ. സ്വഹാബി വനിത ചോദിച്ചു, അള്ളാന്റെ ഖുർആനിൽ അങ്ങനെയുണ്ടോ?
വിവരമുള്ള പെണ്ണാണ്. ചോദിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിലുണ്ട്. ഖുർആൻ നിങ്ങൾ മാത്രല്ല ഞാനും ഓതിയിട്ടുണ്ട്. ഞാൻ ഓതിയ ഖുർആനിൽ ഞാനത് കണ്ടിട്ടില്ലല്ലോ. ഓതേണ്ടതുപോലെ ഓതിയെങ്കിൽ നിങ്ങളും കാണുമായിരുന്നു. എന്നാ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ, അള്ളാഹുവിന്റെ ഖുർആനിൽ എവിടെയാണുള്ളത്? മഹാനവർകൾ ഓതിക്കൊടുത്തു. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കാൻ പറഞ്ഞത് നിങ്ങൾ സ്വീകരിച്ചു മുറുകെ പിടിക്കണം. തങ്ങൾ കയ്യൊഴിക്കാൻ പറഞ്ഞത് നിങ്ങൾ വർജിക്കണം. ഇത് അള്ളാന്റെ റസൂൽ ഒഴിവാക്കാൻ പറഞ്ഞതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന് പറഞ്ഞ വിഷയമല്ലേ വെച്ചു മുടി കൊടുക്കുന്നത്? മുടി വെച്ചു കൊടുക്കുന്ന പെണ്ണിനെയും അതിനുവേണ്ടി പണിയെടുക്കുന്ന പെണ്ണിനെയും അത് ആവശ്യപ്പെട്ട് ചെല്ലുന്ന പെണ്ണിനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ ആയത്ത് ഖുർആനിലില്ലേ? ഉമ്മ പറഞ്ഞു ആ ആയത്ത് ഖുർആനിലുണ്ട്. എന്നാൽ ഇതാണ് അതിന്റെ തെളിവ് ബോധ്യപ്പെട്ടപ്പോ ഉമ്മ ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യയും വെപ്പുമുടി വെച്ചിട്ടുണ്ടല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതിന് ആയത്ത് വേണ്ട, അതിന് ഹദീസ് വേണ്ട. എന്റെ ഭാര്യ അടുക്കളയിലുണ്ട്, ഒന്ന് പോയി നോക്കി മുടിയൊന്ന് പരിശോധിച്ചോളൂ. അപ്പുറം ഇപ്പുറമുള്ള മുടിയൊക്കെ ഒന്ന് വലിച്ചു നോക്കൂ, കയ്യിൽ പോരുന്നുണ്ടോന്ന് നോക്കൂ, മുടി വെച്ചിട്ടുണ്ടോന്ന് പരിശോധിച്ചോളൂ. അകത്തേക്ക് ആ പെണ്ണ് പോയി, സ്വഹാബി വനിത പോയി മുടി പരിശോധിച്ച് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇല്ല, അത്തരത്തിലൊരവസ്ഥ കാണുന്നില്ല. ചെറുപ്പക്കാരെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, കല്യാണം കഴിച്ചു കൊണ്ടുവന്നിരുന്ന അന്ന് ഇത്തരത്തിലൊരു സ്വഭാവം എന്റെ പെണ്ണിലുണ്ടെന്ന് എനിക്കറിഞ്ഞിരുന്നുവെങ്കിൽ മാ ജാമഅതുഹാ, ഞാൻ ആ പെണ്ണിനോട് ശാരീരിക ബന്ധം പുലർത്തൂല. പെണ്ണിനെ ഞാൻ ഒഴിവാക്കി അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ അതൊന്നും ഇല്ലാതെ സുന്നത്തായ ശൈലി ജീവിക്കുന്ന സ്വീകരിക്കുന്ന പെണ്ണാണ് എന്റെ പെണ്ണ് എന്നെനിക്ക് പൂർണ്ണവും ബോധ്യമുണ്ട്. ഉമ്മമാരോട് പറയട്ടെ, നിങ്ങൾ പർദ്ദ ധരിച്ച് നടക്കുമ്പോ, മഫ്തയും ബുർഖയും ധരിച്ച് നടക്കുമ്പോ, കല്യാണപ്രായമെത്തിയ നല്ല പക്വതയെത്തിയ കാണാൻ ഭംഗിയുള്ള പ്രായപൂർത്തിയും അതിനോടടുപ്പമുള്ള പെൺകുട്ടികളെ പുരുഷന്മാരുടെ പാന്റും പുരുഷന്മാരുടെ ടീഷർട്ടും ധരിപ്പിച്ച് നടത്തുന്നത് ഇസ്ലാമിനന്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയ്ക്ക് എതിരാണ്. അവിടുന്ന് പറഞ്ഞ വാചകം ഓർമ്മയുണ്ടോ? ലഅനല്ലാഹുൽ മർഅത അല്ലതി തൽബസു ലുബ്സതർ റിജ്ലി വലഅനല്ലാഹുർ റജുല അല്ലതി തൽബസു ലുബ്സതൽ മർആ. പെണ്ണിന്റെ വേഷം അണിയുന്ന ആണിനെയും ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണിനെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കള് ശാപം പേറിയവരാകണോ? അള്ളാഹിന്റെ ശാപവും അള്ളാഹുവിന്റെ റസൂലിന്റെ ലഅനത്തും കിട്ടിയവരാകേണ്ടതുണ്ടോ? നല്ലവരായിട്ടല്ലേ അവരെ വളർത്തേണ്ടത്. അതുകൊണ്ട് നല്ല ശൈലിയിലുള്ള വസ്ത്രങ്ങളാണ് വാങ്ങിക്കൊടുക്കേണ്ടത്. ഒരു തട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ വരെ അത് ഇസ്ലാമിനന്യമാകരുതേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്ന് തങ്ങളെ കണ്ടുപഠിച്ച് ജീവിച്ച് 9 വർഷം തങ്ങളോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയാണ് സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ സൽക്കാരത്തിന് വന്നില്ലേ അസ്മാ ബീവിന്റെ മകള്? സ്വന്തം ജേഷ്ഠത്തിയുടെ മകള് സൽക്കാരത്തിന് വന്നപ്പോ ആ കുട്ടിയുടെ തലയിൽ ഒരു തട്ടം കണ്ടു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകളുടെ തലയില് ആയിഷ ബീവി ആ തട്ടം നോക്കുമ്പോ പുറത്തു നിന്ന് ഉള്ളിലെ മുടിയൊക്കെ കൃത്യമായി കാണുന്ന തട്ടമാണ്, മുഖമക്കനയാണ്, പക്ഷേ വളരെ കട്ടി കുറവാണ്. അത് അഴിച്ചു ഊരിയിട്ട് 2 ഭാഗമായത് കീറി വെച്ചിട്ട് ടേബിൾ തോർത്താനുള്ള ത്രവ്വലാക്കി മഹദിയത് വെക്കുകയും പകരം കട്ടിയുള്ള മുഖമക്കന ധരിപ്പിച്ചു കൊടുത്തു. കാരണം
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരത്തിലുള്ള സഹോദരിമാരെ ശപിച്ചിട്ടുണ്ട്. അവര് നരകത്തിന്റെ വറകുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിലേക്ക് പോകാൻ പക്വതയുള്ളതായി പറഞ്ഞ സ്ത്രീകളെ കൂട്ടത്തില് ഉള്ള വേഷവിധാനമാണ് നമ്മൾ ധരിക്കേണ്ടത്. ഒന്നുകൂടി ഞാൻ ചെറുപ്പക്കാരോടും ഉപ്പമാരോടും പറയട്ടെ, ഔറത്ത് വെളിവാക്കുന്നത് ഇസ്ലാമിനെതിരാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരാണ്. അതേ ഫഖ്ദും കാട്ടി തൊടയും കാട്ടിയിരിക്കുന്ന ആളോട് നിന്റെ തൊടഭാഗം നീ മറക്കണം, അത് ഔറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ചെറിയവരും വലിയവരൊക്കെ ഒരു ട്രൗസർ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന വീട്ടിലിരിക്കുന്ന ഒരു ദുഷിച്ച ഏർപ്പാട്, അതൊരു മോശപ്പെട്ട ശൈലിയാണ്. നമുക്ക് പറ്റിയതല്ലത്, മുസ്ലിമിന് പറ്റിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇത്തിബാഇനെതിരാണ്. മറക്കണത്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊരു വിഭാഗത്തിന്റെ യൂണിഫോം എന്ന് അതുവരെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ നമ്മളത് മാറ്റാതിരുന്നാൽ മോശമല്ലേ? നമ്മളത് പിന്നെ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ നമ്മളത് സ്വീകരിക്കാൻ പാടില്ല. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ അനുസരിച്ച് ജീവിക്കണം. തങ്ങൾ ഹറാമാക്കിയത് എന്നും നമുക്ക് ഹറാമാകണം. അതിന്റെ ഹറാമിയത്ത് മാറാതെ ആ ഹറാമായത് ഹറാമായി തന്നെ സ്വീകരിക്കണം. അങ്ങനെ തന്നെ സ്വീകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കടുത്ത രീതിയിൽ എല്ലാ വിഷയങ്ങളും പറഞ്ഞു പഠിപ്പിച്ചൊരു സംഗതിയാണ്. ജീവിതത്തിൽ ബന്ധം പുലർത്തേണ്ടവർ നല്ല രൂപത്തിൽ മാത്രം ബന്ധം പുലർത്തണം. ഭർത്താവിന്റെ സഹോദരന്മാരോട്, ബന്ധുക്കളോട് ബന്ധപ്പെടുന്നതിനെ സംബന്ധിച്ച് ഒരു പെണ്ണിന്റെ ഭർത്താവിന്റെ ചേട്ടന്മാരോടും അഞ്ചന്മാരോടും അവരോടുള്ള ബന്ധത്തെപ്പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി അൽ ഹംവു അൽ മൗത്ത് എന്നാ തങ്ങൾ പറഞ്ഞു. ഭർത്താവിന്റെ ബന്ധുക്കൾ ജ്യേഷ്ഠനും അഞ്ചനും, ജ്യേഷ്ഠന്റെ ഭാര്യനെ, മൂത്ത സഹോദരന്റെ ഭാര്യനെ കൊണ്ടാക്കുന്നതും കൊണ്ടുവരുന്നതും വീട്ടിൽ കൊണ്ടെത്തിക്കുന്നതും അവിടുന്ന് കൊണ്ടുവരുന്നതും ഒക്കെ എല്ലാ ഏർപ്പാടും, പ്രസവത്തിന് പരിശോധിക്കാൻ കൊണ്ടുപോകുന്നതും പ്രസവിക്കാൻ കൊണ്ടുപോകുന്നതും ഒക്കെ അനുജരായാല് അതിലൂടെ പിന്നെ നടക്കുന്നത് അൽ മൗത്ത്, മരണമായിരിക്കും. ജീവിതം അതോടെ അവസാനിക്കും. പല തകരാറുകളും വരാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ഒരൊറ്റ വാക്കിലാണ് തങ്ങളത് പഠിപ്പിച്ചത്. ആനുകാലിക ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയും കൂടിയാണ്, സൂക്ഷിക്കേണ്ട ഒരു മേഖലയും കൂടിയാണ്. ഒന്നുകൂടി പറയട്ടെ, ഇവിടുന്ന് നമ്മുടെ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ ഭാര്യമാരെ ഇവിടുന്ന് ഗൾഫിലേക്ക്, ദുബായിലേക്കും മറ്റുമൊക്കെ ഒരു 25 ദിവസത്തെ ലീവിന്, ഒരു മാസത്തെ ലീവിന് അവിടെ പോയി നിൽക്കാൻ ആരെ കൂടെ പറഞ്ഞേക്കുന്നത്? ആരെ കൂടെ പറഞ്ഞേക്കുന്നത്? അയൽപക്കത്തുള്ള ആൾ നാളെ ഗൾഫ് പോകേണ്ട ആളെ കൂടെ പറ്റുമോ? ഇവിടെ ഒരു അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കാൻ പറ്റും, പിന്നെ അങ്ങോട്ട് വിമാനത്തിലായതുകൊണ്ട് കുഴപ്പമില്ലാന്നോ? ഒരേ വണ്ടിയിൽ എയർപോർട്ടിലാണ് എത്തുന്നത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വിമാനത്തിൽ 2 സീറ്റിൽ ഇരുന്നുകൊണ്ട് കുഴപ്പമില്ലാന്നോ? അതിന് ഉചിതമായ മാർഗം സ്വീകരിക്കണം. മക്കയിൽ നിന്ന് സ്വന്തം ഉംറ നിർവഹിക്കാൻ പോകട്ടെ എന്ന് സമ്മതം ചോദിച്ചു ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങളോടൊപ്പം ഹജ്ജ് കഴിഞ്ഞു വരുമ്പോൾ. കൂടുള്ള ഭാര്യമാരൊക്കെ നബിയെ ഹജ്ജ് ഉംറയും വെവ്വേറെ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മെൻസസായി, അതുകൊണ്ട് എനിക്ക് ഹജ്ജ് ഉംറ ഒരുമിച്ചാണ് ചെയ്യാൻ കഴിഞ്ഞത്, എനിക്കൊരു ഉംറ സെപ്പറേറ്റ് ചെയ്യണമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞാനൊന്ന് ഒരു ഉംറ നിർവഹിച്ചു വരട്ടെ എന്ന്. ആയിഷ ബീവിക്ക് മക്കയുടെ എല്ലാ വഴികളും അറിയാം, അവിടെ വളർന്ന മഹദിയാണ്. കുട്ടിക്കാലം മുതൽക്ക്, ജന്മത്തിന്റെ തുടക്കം മുതൽ മക്കയിലല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളർന്നു വന്നത്. മക്കത്തുള്ള ഒരു വഴിയും ആയിഷ ബീവിക്ക് പരിചയമില്ലാത്തതില്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് പോയിക്കോളീന്ന്. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു കൂട്ടിയിട്ട് തൻഈമിൽ പോയിട്ട് ഉംറക്ക് ഇഹ്റാം ചെയ്ത് ഉംറ നിർവഹിച്ച് നിങ്ങൾ വരണം, രണ്ടാരും കൂടിയിട്ട്. ഞങ്ങൾ ഇവിടുന്ന് വാദി മുഹസബ് എന്ന് ഹജ്ജോ കഴിഞ്ഞ് യാത്ര പോകാൻ, ഞങ്ങൾ ഒരു സ്ഥലത്ത് നിങ്ങളെ കാത്തിരിക്കാം, തങ്ങളൊരു മരത്തിന്റെ ചുറ്റുഭാഗത്ത് കാത്തിരിക്കാനുള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് എത്തിയാൽ മതി എന്ന് പറഞ്ഞു.
സഹോദരിമാരെ, ഒറ്റക്ക് നിങ്ങൾ ഫർലായ ഉംറക്ക് വിശ്വസിനികളായ സ്ത്രീകൾ മതി കൂടെ. പക്ഷേ പിന്നെ കഴിഞ്ഞ് 2, 3, 4 ഒക്കെ ഉംറ ചെയ്യും. മഹ്റം കൂടെ വേണം. അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒന്നുകിൽ പോകുമ്പോ നിങ്ങളെ മകനെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഉപ്പാനെയോ സഹോദരനെയോ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോകണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സുന്നത്തായ ഉംറ നിർവഹിക്കാൻ പോയത് സഹോദരൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കൂടെയാണ്. ആയിഷ ബീവിനെ ഒരു കുട്ടിയും തൊടൂല, ആയിഷ ബീവിനെ ഒരാളും ശല്യം ചെയ്യൂല. പക്ഷേ ഇത്തിബാഉം നിയമവും അങ്ങനെയാണ്. തിരിച്ച് രണ്ടുപേരും ഒരൊട്ടകപ്പുറത്ത് വരുമ്പോ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആരും കാണാത്ത സ്ഥലത്ത് വെച്ച് തന്നെ ജിൽബാബ് ഒന്ന് പൊക്കിയപ്പോ മുന്നിലിരിക്കുന്ന അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം സഹോദരൻ ആയിഷ ബീവിന്റെ കാലിന്റെ തുടക്ക് ഒറ്റ അടി കൊടുത്തു. ആരാരുമില്ലാത്ത സ്ഥലത്ത് വെച്ചാണ് ജിൽബാബ് പൊക്കിയത്. പക്ഷേ ജിൽബാബ് പൊക്കാതിരിക്കാനാണ് അടി കൊടുത്തത്. ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ മുഖമൂടി താഴ്ത്തിയിട്ടു. നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ പിൻപറ്റാനും പഠിക്കാനും ഒരുപാടുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യനെ കൂടെ കൊണ്ടുപോകുന്ന ഭർത്താക്കന്മാരോട് പറയട്ടെ, ആ ഭാര്യന്റെ മുഖം മറക്കുന്നത് പോലെ, ശരീരത്തിന്റെ ഭാഗങ്ങൾ മറച്ച് വൃത്തിയിൽ കൊണ്ടുപോകുന്നത് പോലെ, മുസ്തഹാത്തായ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന നിങ്ങളൊരു മോള് കൂടെയുണ്ടെങ്കിൽ ആ മകൾക്കും നല്ല വേഷവിധാനം കൊടുക്കണം. അതും ഇസ്ലാമിന്റെ പാരമ്പര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഅാണ്. തങ്ങളെ കഴിവിന്റെ പരമാവധി പിൻപറ്റിയിട്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെയോടൊപ്പം ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഅ് ചെയ്ത് അതിന്റെ അങ്ങേ അറ്റം തങ്ങൾ പഠിപ്പിച്ചു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഗ്രഹം ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളോട് പിൻപറ്റുന്നത് വരെ നിങ്ങളിലൊരാളും പൂർണ്ണ മുഅ്മിനാകൂല. നമ്മൾ ആഗ്രഹിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും വരക്കുന്നതും തങ്ങളോട് ഇത്തിബായ വിഷയമാകണം. എന്നാലേ പൂർണ്ണ ഈമാൻ നമുക്ക് ലഭിക്കൂ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ മജ്‌ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്നെ കൊണ്ടുവന്ന ആള് പറഞ്ഞു 10:45 നിർത്തിയെങ്കിലേ കാസർഗോഡ് എത്തുള്ളൂ എന്ന് വണ്ടി കയറാൻ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ജലാലുദ്ദീൻ തങ്ങൾ നമ്മുടെ മജ്‌ലിസിലെത്തി. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ കുന്നംകൈ തങ്ങളുടെ മകനാണ്. ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന മഹാനാണ്. അവർക്കും അവരെ ഉപ്പ മറ്റു നമ്മുടെ സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി മജ്‌ലിസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് മഗ്‌രിബ് നിസ്കരിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് ഒരു സഹോദരൻ തങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താണ് ദ്വാരക്കാൻ വേണ്ടി ഒരു കുട്ടിൻ്റെ കാര്യം പറഞ്ഞു. ആ കുട്ടിക്ക് മാരകമായ അസുഖം വന്ന് നല്ല ചിരിച്ച് കളിച്ച് നടക്കുന്നൊരു പ്രശ്നമില്ലാത്ത കുട്ടിയാണ്. പെട്ടെന്ന് അസുഖം വന്ന് ഇപ്പോൾ കിടപ്പിലാണ്. ഒരുപാട് ചികിത്സകൾ നടത്തിയിട്ട് ഇനി എന്ത് നടത്തണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരൻ്റെ കുട്ടി ഇന്ന് രാവിലെ ഞാൻ ആ വീട്ടിൽ സന്ദർശിച്ചു. ബ്രെയിൻ ട്യൂമറായി വല്ലാത്ത വിഷമത്തിലാണ്. 2-2.5 വയസ്സ് 3 വയസ്സുള്ള കുട്ടി. അല്ലാഹു തആല പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ, ബാപ്പ ഉമ്മമാര്, സഹോദരി സഹോദരങ്ങൾ, ഉസ്താദുമാര്, സാദാത്തുക്കൾ, സ്നേഹിതന്മാർ, ആർക്ക് എന്ത് അസുഖമുണ്ടോ അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അവസാന സമയം വരെ അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി അവർക്കും നമുക്കും ആഫിയത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അവരുടെയും നമ്മുടെയൊക്കെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.